Hi dear children, welcome to the new chapter Binomial Theorem. ചർച്ച ചെയ്യാൻ പോണത് ബൈനോമിയൽ തിയറം ആണ്. ബൈ എന്ന് പറഞ്ഞാൽ ടു അല്ലെ, നമുക്കറിയാം. രണ്ട് നമ്പേഴ്സ് എയും ബിയും ബൈനോമിയൽ ആണ്. ബൈ ഓക്കെ, രണ്ടെണ്ണം. ഇതിന്റെ സമ്മിന്റെ സ്ക്വയർ അല്ലെങ്കിൽ രണ്ട് നമ്പറിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ പഠിച്ചിട്ടുണ്ട് അല്ലെ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, അതുപോലെ എ പ്ലസ് ബി ഹോൾ ക്യൂബ്, എ മൈനസ് ബി ഹോൾ ക്യൂബ് ഒക്കെ പഠിച്ചു അല്ലെ. അതിനപ്പുറത്തുള്ള എ പ്ലസ് ബി റൈസ് ടു 4, എ പ്ലസ് ബി റൈസ് ടു 5, എ പ്ലസ് ബി റൈസ് ടു 6, ഒരു നമ്പർ പ്ലസ് വേറെ നമ്പർ റൈസ് ടു 7, 8, അങ്ങനെ പവർ 2ഉം 3 വരെയൊക്കെ ഓക്കെ. അതിനപ്പുറത്തേക്കുള്ളത് എങ്ങനെയായിരിക്കും, അതിന്റെ പവേഴ്സ്, അതിന്റെ ടേംസ് എത്ര ഉണ്ടാവും, ടേംസിന്റെ പ്രത്യേകത, ടേംസിന്റെ കോഎഫിഷ്യൻസിന്റെ പ്രത്യേകത, ടേംസുകളുടെ പവറുകളുടെ പ്രത്യേകത ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. വാട്ട് അബൌട്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിലും എ സ്ക്വയർ വരും, 2ab വരും, പിന്നെ ബി സ്ക്വയർ വരും. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഇതുപോലെ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്, എ മൈനസ് ബി ദ ഹോൾ ക്യൂബ്, അത് നമുക്ക് എഴുതാം. അതിന് മുമ്പ് എയും ബിയും ആഡ് ചെയ്തു, അതിന്റെ പവർ 2 ആണ്. ഇവിടെ പവർ എത്രയാണ്? 2 ആണ് വന്നിട്ട്. ഓക്കെ, ആ പവർ 2 എന്ന പവറിന് ഇവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുപോലെ ഇവിടെ പവർ 2 ആണെങ്കിൽ ഇതിന്റെ ടേംസിന്റെ എണ്ണത്തിനും പ്രത്യേകതയുണ്ട്. ഓരോ ടേമിലെയും വാരിയബിൾസിന്റെ പവറുകൾക്കും പ്രത്യേകതയുണ്ട്. അത് നമുക്ക് പറയാം. അതിന് നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എഴുതാം, പിന്നെ എ മൈനസ് ബി ദ ഹോൾ ക്യൂബും എഴുതാം. ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചതാണ്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എങ്ങനെ വരും വെച്ചാൽ എ ക്യൂബ് വരും, പ്ലസ് 3ab സ്ക്വയർ വരും, പ്ലസ് 3a സ്ക്വയർ ബി, ദെൻ ലാസ്റ്റ് ബി ക്യൂബ്. എ മൈനസ് ബി ഹോൾ ക്യൂബും ഇതിന്റെ ടേംസ്, എ ക്യൂബ് വരും, 3ab സ്ക്വയർ വരും, 3a സ്ക്വയർ ബി ഉണ്ടാകും, അതുപോലെ ബി ക്യൂബ് ഉണ്ടാകും. എന്നാൽ ഇവിടെ മൈനസ് ആണെങ്കിൽ ചില ടേംസ് മൈനസ് ആവും. ബി ആണ് ഇവിടെ നെഗറ്റീവ്. അപ്പൊ ബിയുടെ പവർ 1ഉം 3ഉം ഒക്കെ വരുന്ന സമയത്തൊക്കെ ആ ടേംസ് നെഗറ്റീവ്. ഇവിടെ ബി ഇല്ല, അതുകൊണ്ട് പോസിറ്റീവ്. ഇവിടെ ബി വരുന്നുണ്ട്, പക്ഷെ അതിന്റെ ടേം, അതിന്റെ പവർ 2 ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ആവൂല, പോസിറ്റീവ്. ഇവിടെ വരുന്നത് ബി ഇതാ, അത് ഓൺ, അതിന്റെ പവർ 1 ആണ്, അതുകൊണ്ട് നെഗറ്റീവ്. 2 ആയതുകൊണ്ട് പോസിറ്റീവ്. ബിയുടെ പവർ 3 ആണ്, ഓഡ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ എ ക്യൂബ് പ്ലസ് 3ab സ്ക്വയർ മൈനസ് 3a സ്ക്വയർ ബി. അത് തിരിച്ചു പറയാം. എ ക്യൂബ് എഴുതിയിട്ട് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ഇതില് എന്റെ പവർ, ബിയുടെ പവർ 1ഉം 3ഉം ആകുന്ന ടേം എപ്പോഴൊക്കെയാണോ ആ ടൈമിലൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ബിയുടെ പവർ 2 ആവുക, 4 എന്താ പവർ 3ന്റെ അപ്പുറം പോകില്ല. അത് പിന്നെ നമ്മൾ ചർച്ച ചെയ്യാം കേട്ടോ. ഇവിടെ പവർ 3 ആണെങ്കിൽ ഇതിന്റെ പവർ എവിടം വരെ പോകും എന്നൊക്കെ ചർച്ച ചെയ്യാം. അപ്പൊ ഇത് ഇവിടെ പറഞ്ഞിട്ട് അവിടെയും പറയാം കേട്ടോ. എ ക്യൂബും മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്, അതും കാട്ടാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. എ പ്ലസ് ബിയും എ മൈനസ് ബിയും വെച്ചിട്ടുള്ള സ്ക്വയറും ക്യൂബും. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അന്നൊന്നും നമ്മൾ അതിനെ കുറിച്ച് ബോധേഡായിട്ടില്ല. എന്നാൽ ഇന്ന് ഇത് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ വരുന്ന പവേഴ്സ് റൈസ് ടു 4, റൈസ് ടു 5, 6, എ പ്ലസ് ബി റൈസ് ടു 10, എ മൈനസ് ബി റൈസ് ടു 100, എ പ്ലസ് ബി റൈസ് ടു 73, ഇതൊക്കെ ടേംസുകളുടെ പ്രത്യേകത, കോഎഫിഷ്യൻസിന്റെ പ്രത്യേകത, പവറുകളുടെ പ്രത്യേകത ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ 4 വെച്ചിട്ട് പറയാം. എയും ബിയും ആണ്, പവർ 2 ആണ് എങ്കിൽ അതിനേക്കാൾ 2 ആണ് പവർ 2 ആണ് അല്ലെ. അതുകൊണ്ട് 2ലേക്ക് 1 കൂട്ടുമ്പോ എത്ര കിട്ടാം? 3 കിട്ടും. അത്ര ടേംസുകൾ ഉണ്ടാവും അതിന്റെ എക്സ്പാൻഷൻ. എ പ്ലസ് ബിയുടെ പവർ നോക്കാം, പവർ 2 ആണ്, അതുകൊണ്ട് അതിന്റെ എക്സ്പാൻഷനിൽ 2 പവറിനേക്കാൾ 1 കൂടും, 3 ടേംസ്. ഇവിടെ സ്ക്വയർ ആണ്, അതുകൊണ്ട് 3 ടേംസ്. ഇവിടെ എന്താ പവർ ക്യൂബ് ആണ്, 3 ആണ് അല്ലെ. പവർ 3 ആണെങ്കിൽ 3ക്ക് 1 കൂടുമ്പോ 4 ടേംസ് ഉണ്ടാകും അതിന്റെ എക്സ്പാൻഷൻ. ഇവിടെ 3 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ
എ പ്ലസ് ബി റൈസ് ടു 4 എത്ര ടേംസ് ഉണ്ടാവും? യെസ്, 5 ടേംസ് ഉണ്ടാവും അല്ലെ. എ മൈനസ് ബി റൈസ് ടു 6 ആണെങ്കിലോ എ മൈനസ് ബി റൈസ് ടു പ്ലസും മൈനസും വിഷയം കേട്ടോ. എ മൈനസ് ബി റൈസ് ടു 6 ആണെങ്കിൽ എത്ര ടേംസ് അതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവും? പവർ 6 അല്ലേ, അപ്പൊ ഒന്ന് കൂട്ടാം. യെസ്, 7 ടേംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ എ പ്ലസ് ബി റൈസ് ടു എന്നില് പവർ n ആണ്, എത്ര ടേംസ് ഉണ്ടാവും? n plus 1 term. There will be n plus 1 terms in the expansion of a plus b raised to n or a minus b raised to n. അപ്പൊ അത് പവറുകളുടെ ഈ പവർ വെച്ചിട്ട് ഇതിന്റെ ടേംസിന്റെ എണ്ണത്തിന്റെ പ്രത്യേകത പറഞ്ഞു. അപ്പൊ എ മൈനസ് ബി റൈസ് ടു 74 ആണെങ്കിൽ 75 ടേംസ് ഉണ്ടാവും എക്സ്പാൻഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ എയും ബിയും ആണ്, പവർ 2 ആണ് അല്ലെ. ഈ 2 എന്ന പവർ ഓരോ ടേമിലും വാരിയബിൾസിന്റെ പവറുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ എ മാത്രമേ ഉള്ളൂ ഈ ടേം അല്ലേ. വാരിയബിൾ എ വരാം, ചിലപ്പോ ബി മാത്രം വരും, ചിലപ്പോ എയും ബി വരും. എത്രയാണെങ്കിലും എ മാത്രം ബി മാത്രമോ അല്ലെങ്കിൽ എയും ബിയോ ആണെങ്കിലും അതിന്റെ വാരിയബിൾസ് ഏതൊക്കെയാണോ, പവറുകൾ ഏതൊക്കെയാണോ, ആ രണ്ട് പവറിന്റെ സമ്മ് ഈ 2 ഈക്വൽ ആവും. ഈ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് മീനിങ് തരുന്നുണ്ട്. ഒന്ന് ഈ ടേമിൽ ഏതാ വാരിയബിൾ? എ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിന്റെ പവർ ഇത് തന്നെ വരാം. ഇതിലേതാ എയും ഉണ്ട് ബിയും ഉണ്ട്. എന്റെ പവർ 1 ആണ്, ബിന്റെ പവർ 1 ആണ് അല്ലെ. അങ്ങനെ പവറും ആഡ് ചെയ്തൊക്കെ 1 + 1 ഇതിന് ഈക്വൽ ആവും. അപ്പുറത്ത് ബി മാത്രമേ ഉള്ളൂ. ഓക്കെ, വാരിയബിളിന്റെ പവറുകൾ എടുക്കുക അല്ലെങ്കിൽ പവർ എടുക്കുക, അത് ഇതിന് ഈക്വൽ ആവും. ഇവിടെ പവർ 2 ആണ്, അപ്പൊ ഇതിന്റെ പവർ 2 വരും. ഇവിടെ രണ്ടാണെങ്കിൽ അതിന്റെ പവറുകൾ നോക്കുക, 1 ഉം 1 ഉം കൂട്ടിയാൽ അത് കിട്ടും. അവിടെ ബി മാത്രമേ ഉള്ളൂ, അതിന്റെ പവർ. ഇനി ഇവിടെ നോക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അതിന്റെ വ്യത്യാസം കൂടുതൽ മനസ്സിലാവും. ഇവിടെ പവർ 3 ആണ്. ഓരോ ടേമിലും വാരിയബിളിന്റെ അല്ലെങ്കിൽ വാരിയബിൾസിന്റെ പവറുകൾ നോക്കുക, ആ സമ്മ് ഇവിടെ ഇങ്ങനെ വരും. എ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ക്യൂബാണ് ഈ പവർ തന്നെ. ഇവിടെ എയും ബിയും ഉണ്ട്. എന്റെ പവർ എത്ര? ഇവിടെ 1 അല്ലേ, ആ 1 ഉം ഈ 2 ഉം ആഡ് ചെയ്ത് കിട്ടും. ഇവിടെ കോഎഫിഷ്യൻസിന്റെ കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, അതൊക്കെ പ്രത്യേകതകളാണ്. ഇവിടെ 3 ആണെങ്കിൽ ആ പവറും ഈ പവറും കൂട്ടിയത് കിട്ടും. അവിടെ പിന്നെ ബി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ പവർ. ഇവിടെയും അത് തന്നെയാണ്. അപ്പോ അതാണ് പവറുകളുടെ പ്രത്യേകത. ആദ്യം നമ്മൾ പറഞ്ഞു ടേംസിന്റെ പദങ്ങളുടെ എണ്ണത്തിന്റെ പ്രത്യേകത പറഞ്ഞു അല്ലെ. ഇവിടെ പവർ 20 ആണെങ്കിൽ 21 ടേംസ് അതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവും. ഇവിടെ പവർ 7 ആണെങ്കിൽ 8 ടേംസ് അതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവും. അത് ടേംസുകളുടെ എണ്ണത്തിന്റെ പ്രത്യേകത. ഇനി ഇവിടെ എത്രയാണോ പവർ, ആ പവർ തന്നെ ആയിരിക്കും ഓരോ ടേമിലെയും വാരിയബിളിന്റെ അല്ലെങ്കിൽ വാരിയബിൾസിന്റെ പവറിന്റെ അല്ലെങ്കിൽ പവറുകളുടെ സം. ഇനി വേറെ ഒരു കാര്യം കൂടി, കോഎഫിഷ്യൻസ്. 3 ടേം, ഇവിടെ 2ab ആണ് മിഡിൽ ടേം, ഇത് b² d s. ഇത് ഇങ്ങനെ തന്നെ എഴുതൊന്നുമില്ല കേട്ടോ. a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + b² + 2ab മതി, അങ്ങനെയും പറയാം. a² പറഞ്ഞിട്ട് 2ab നടുവ് തന്നെ പറയണമെന്നില്ല കേട്ടോ. b² + 2ab + a² മതി. 3 ടേംസ് ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ ആണെങ്കിലും a - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + b² - 2ab മതി. അല്ലെങ്കിൽ a + b a - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു -2ab + a² + b². ഈ ടേംസുകൾ അതിന്റെ ചിഹ്നം അടക്കം എഴുതിയാണ്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ ഓർഡർ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചോണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല ശരി, അത് ശരിയാണ്, അത് മാത്രമല്ല ശരി എന്നുകൂടെ മനസ്സിലാക്കാം. അപ്പൊ പവറുകൾ വരും, ടേംസിന്റെ എണ്ണം പറഞ്ഞു. ഇനി കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ 3 ടേമിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ a² മാത്രമുള്ള അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇവിടെ 2 ആണ്, അവിടെ 1. അപ്പൊ 1 2 1 അല്ലെ. ഇവിടെ കോഎഫിഷ്യൻസ് അതിനാണ് 1 to 1 ആണ്. മൈനസ് ഇതിന് മൈനസ് ആണ്, ഇത് മാറുന്നുള്ളൂ. അതാണ് a + b ഹോൾ സ്ക്വയറിന്റെ അല്ലെങ്കിൽ a - b ഹോൾ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. a + b ഹോൾ ക്യൂബ് അല്ലെങ്കിൽ a - b ഹോൾ ക്യൂബിന്റെ ഇവിടെ എത്ര? 1, ഇവിടെ 3 3 1. അപ്പൊ 1 3 3 1 അല്ലേ. അപ്പൊ a + b റൈസ് ടു 4 ന്റെ എങ്ങനെയാ വരിക? a + b റൈസ് ടു 5 ന്റേത്, a + b റൈസ് ടു 6 ന്റേത്, അല്ലെങ്കിൽ a - b റൈസ് ടു 73 ഇതൊക്കെ എങ്ങനെ വരിക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മള് കോഎഫിഷ്യൻസുകളുടെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ a + b റൈസ് ടു 2 റൈസ് ടു 3 റൈസ് ടു 4 അവിടെ നടക്കുക. ഈ a + b റൈസ് ടു 1 എന്തായിരിക്കും?
എ ബി രണ്ട് നമ്പേഴ്സ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്മാണ്. എ പ്ലസ് ബി റേസ് ടു 1 എന്താ? എ പ്ലസ് ബി റേസ് ടു 1 പറഞ്ഞാൽ എ പ്ലസ് ബി പ്രാവശ്യം എഴുതാം. എ പ്ലസ് ബി 2 പ്രാവശ്യം ഗുണിക്കണമാതിരി ഇത് എ പ്ലസ് ബി 3 പ്രാവശ്യം ഗുണിക്കാം, ഇത് എ പ്ലസ് ബി 1 പ്രാവശ്യം ഗുണിക്കാം. എന്താ എ പ്ലസ് ബി 1 പ്രാവശ്യം ഗുണിക്കാന്ന് പറഞ്ഞാൽ അത് എ പ്ലസ് ബി തന്നെയല്ലേ? അപ്പൊ നോക്കപ്പെടെ എ പ്ലസ് ബിന്റെ പവർ എത്ര? 1 ആണ്. പവർ 1 ആണ്. നിങ്ങൾക്ക് അറിയില്ലേ 1 + 1 2 ടേംസ് ഉണ്ടാവും അതിന്റെ എക്സ്പാൻഷൻ ഇല്ലല്ലേ? 2 ടേം ഇല്ലേ? ഇവിടുത്തെ പവർ 1 ആണെങ്കിൽ ഓരോ ടേമിന്റെയും പവറുകളുടെ സം എടുക്കാം. ഇതിലെ ടേമുകൾ ഇതിലിപ്പോ മാത്രമുള്ള അതിന്റെ പവർ ഇതാ, ഇതിന്റെ പവർ ഇതാ, പവറുകൾ ഇതിൽ ആ ഒരു പവർ ബി മാത്രമുള്ള അതിന്റെ പവർ ഇതിന് ഈക്വൽ, ഇതിന്റെ പവർ ഇതിന് ഈക്വൽ, ഇതിന്റെ പവർ ഇവിടെ ഈക്വൽ, അതിന്റെ പവർ ഇതിന് ഈക്വൽ. ഇവിടെ രണ്ടാളുണ്ട്, അതുകൊണ്ട് പവറുകളുടെ സം എടുക്കണം, അത് ഇതിന് ഈക്വൽ അല്ലെ? അപ്പൊ എ പ്ലസ് ബി റേസ് ടു 1 പവർ 1 ആണ്. 2 ടേംസ് ഉണ്ടാവും. പവർ 2 ആണ് 3 ടേംസ്, 3 ആണ് 4 ടേംസ്, 4 ആണ് 5 ടേംസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ടേംസ് കൊണ്ട് എണ്ണം പറഞ്ഞില്ലേ? പിന്നെ ഓരോ ടേമിലും വാരിയബിൾ അല്ലെങ്കിൽ വേരിയബിൾസിന്റെ പവറുകൾ എടുത്ത് കൂട്ടിയാൽ നമ്മളെ ഈ സ്റ്റാർട്ടിങ്ങിലെ പവർ തന്നെ കിട്ടും അല്ലെ? ഇനി കോഎഫിഷ്യൻസ് ആണ്. ഇവിടെ കോഎഫിഷ്യന്റ് ഇതിന് എത്ര? ഇതിന് 1 അല്ലേ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി 1 a plus 1b എന്നല്ലേ? അപ്പൊ ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ഉം 1 ആണ് ഇതിന്റെ. പിന്നെ സ്ക്വയറിന്റെതോ 1 2 3 1 2 3 1 2 1 അല്ലേ? 1 2 1. ക്യൂബിന്റെതോ 1 3 3 1 ആണ് അല്ലെ? ഇത് 3 നമ്മൾ ഓക്കെ ഒന്ന് കണ്ടു. ഇത് എ പ്ലസ് ബിയുടെ കോഎഫിഷ്യന്റുകളാണ്. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ ഇത് വെച്ചിട്ട് എ പ്ലസ് ബി റേസ് ടു 4ന്റെ എ പ്ലസ് ബി റേസ് ടു 5ഉം 6ഉം അതിന്റെ ഒക്കെ കോഎഫിഷ്യൻസിന്റെ പ്രത്യേകതകൾ പറയാം. ഓക്കെ, അപ്പോ എ പ്ലസ് ബി റേസ് ടു 1, എ പ്ലസ് ബി റേസ് ടു 2, എ പ്ലസ് ബി റേസ് ടു 3, റേസ് ടു 4, റേസ് ടു 5 അങ്ങനെ. പവർ 1 ആണെങ്കിൽ 2 ടേംസ് ഉണ്ടാവും. പവർ 2 ആണെങ്കിൽ 3 ടേംസ്, 3 ആണെങ്കിൽ 4 ടേംസ്, 4 ആണെങ്കിൽ 5 ആണെങ്കിൽ 6 ടേംസ്, 20 ആണെങ്കിൽ 21 ടേംസ് അല്ലെ? ടേംസ് കൂടെ എണ്ണം പറയും. ഓരോ ടേമിലും കോഎഫിഷ്യൻസിന്റെ പവറുകളുടെ സമ്മ് ഈ സമ്മുകൾക്ക് ഈക്വൽ ആവുന്നു ഈ പവറുകൾ. ഇനി അവരുടെ കോഎഫിഷ്യൻസിന്റെ പ്രത്യേകത, എക്സ്പാൻഷനിലെ ഓരോ ടേമിന്റെയും വാരിയബിൾസിന്റെ പവറുകളുടെ സമ്മ്, ഈ സമ്മുകൾ ഈ പവറുകൾ എത്രയാണോ അതിന് ഈക്വൽ ആവുന്നു പറഞ്ഞു. ഇനി ഓരോ ടേമിന്റെയും കോഎഫിഷ്യന്റിന്റെ പ്രത്യേകത, എ പ്ലസ് ബി റേസ് ടു 1 എന്നാൽ അത് എ പ്ലസ് ബി ആണ്. ഇതിന്റെ പവർ 1 ഉം 1 ആണ് അല്ലെ? ഇതിന്റെ എ സ്ക്വയർ പ്ലസ് 2a പ്ലസ് ബി സ്ക്വയർ അതിന്റെ കോഎഫിഷ്യന്റ്, ഇതിന്റെ കോഎഫിഷ്യന്റ് ഇതാ, ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ഉം 1 ആണ് അല്ലെ? അപ്പൊ എ പ്ലസ് ബി റേസ് ടു 1 പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്, ഒരു എ പ്ലസ് ഒരു ബി. പവർ 1 ആണ് 2 ടേംസ്, 2 ആണ് 3 ടേംസ്, 3 ആണ് 4 ടേംസ്, 4 ആണ് 5 ടേംസ്, 5 ആണ് 6 ടേംസ്, അങ്ങനെ 20 ആണ് 21 ടേംസ് ഒക്കെ പറഞ്ഞു. ഓരോ ടേമിലും വാരിയബിൾസിന്റെ പവറിന്റെ സമ്മ് ഈ പവറുകൾക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി ഓരോ ടേമിലുമുള്ള വാരിയബിൾസിന്റെ അതിന്റെ കോഎഫിഷ്യന്റിന്റെ പ്രത്യേകത, എ പ്ലസ് ബി എന്നാൽ ഒരു എ പ്ലസ് ഒരു ബി എന്നാണ്. അതിന്റെ പവർ അതിന്റെ കോഎഫിഷ്യന്റ് 1 ഉം 1 ആണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, അപ്പൊ 1 ഉം 2 ഉം 1 ആണ് പവർ കോഎഫിഷ്യന്റ് അല്ലെ? അതായത് ഈ 1 ഉം 1 ഉം ഇവിടെയും 1 ഇവിടെയും 1 ആണ്. ഇനി ഇതിവിടെ നമ്മൾ കോഎഫിഷ്യൻസിന്റെ ട്രയാങ്കിൾ ഉണ്ടാക്കണം, പാസ്കൽ ട്രയാങ്കിൾസ് എന്നതിന്റെ പേര്. ഇവിടെ നമ്പർ വരും, ഇതിന്റെ അപ്പുറത്തെ നമ്പർ അപ്പുറത്തെ നമ്പർ, രണ്ടറ്റത്തും 1 ഇടുക. ഇത് രണ്ടും കൂട്ടിയാൽ ഇവിടെ കൊടുക്കുക. ഈ 1 to 1 ആയിരിക്കും എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഓരോ ടേമിന്റെയും വരുന്ന കോഎഫിഷ്യൻസ്. ഇനി എ പ്ലസ് ബി റേസ് ടു 3 ആണ്. എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആണ്. എ ക്യൂബിന്റെ അവസാനത്തെ ബി ക്യൂബിന്റെ 1 ആണ്. പിന്നെ 3 ഉം 3 ആണ്. ഇതായിരിക്കും ഇതിന്റെ കോഎഫിഷ്യന്റ്. അതായത് ഇവിടെ ടേം ഇവിടെ ഒന്ന് വരും, പിന്നെ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും. ഇവിടെ 3 എണ്ണാണ്, ഇവിടെ 2 എക്സ്ട്രാ, ഇവിടെ ഇവിടെ എക്സ്ട്രാ വരും. ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 4 വരും അല്ലെ? ഇവിടെ 1 കൊടുക്കുക. ഇത് രണ്ടും ആഡ് ചെയ്ത 3, ഇത് രണ്ടും ആഡ് ചെയ്ത മറ്റൊരു 3. ഇതാണ് എ പ്ലസ് ബി റേസ് ടു 3ന്റെ ഓരോ ടേമിന്റെയും വരുന്ന കോഎഫിഷ്യൻസ്. ഇനി റേസ് ടു 4 ഇവിടെ 1 ഇവിടെ 1 അല്ലെ? ഇത് രണ്ടും ആഡ് ചെയ്ത 4, ഇത് രണ്ടും ആഡ് ചെയ്താല് 6, ഇത് ആഡ് ചെയ്ത 4. ഇതായിരിക്കും എ പ്ലസ് ബി റേസ് ടു 4ന്റെ ഓരോ ടേമിൽ വരുന്ന കോഎഫിഷ്യൻസ്. ഈ റേസ് ടു 5 ആണെങ്കിൽ
ഇവിടെ ഒരു 1 ഉണ്ടാവും, ഇതിന്റെ അപ്പുറത്തൊരു 1. ഇത് രണ്ടും ആഡ് ചെയ്താല് 5, ഇത് ആഡ് ചെയ്താല് 10, ഇത് ആഡ് ചെയ്താൽ മറ്റൊരു 10, ഇത് ആഡ് ചെയ്താൽ 5. ഇതാണ് പാസ്കൽ ട്രയാങ്കിൾസ്. ഇത് വെച്ചിട്ടാണ് ഓരോന്നിന്റെ എക്സ്പാൻഷന്റെ കോഎഫിഷ്യൻസുകൾ സെറ്റ് ആക്കുന്നത്. അപ്പൊ നമ്മൾ 5ന്റെ ഒക്കെ ഏതാ a plus b raised to 5 ആണെങ്കിൽ ആദ്യം 1 പവർ വരാം കോഎഫിഷ്യന്റ്. അതായത് ഇങ്ങനെ വരാം, a raised ഈ പവർ എക്ക് മാറും. പിന്നെ അവസാനത്തെ പവർ ഇവിടെ 1, അത് ബിക്ക് മാത്രം, ബിക്ക് പവർ വരും. ഈ പവർ ഈ പറഞ്ഞു. പിന്നെ ഇതാ അത് 5 വരും. എങ്ങനെ വരുന്നോ, എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. പിന്നെ 10 വരും, എയും ബിയും ഉണ്ടാവും. പിന്നെ 10 എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. പിന്നെ 5 എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. ഈ പവർ ഇവിടുത്തെ പവറും ആഡ് ചെയ്താൽ നമുക്ക് എന്താ പവർ 5 അല്ലേ, അത് ഇവിടെ 2 നമ്പർ വരും. നമ്മൾ ചർച്ച ചെയ്യാം. ഇവിടെ പവർ 5 ആണ്, അടുത്ത പവർ കൂട്ടിയാലേ 5 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ ഒന്ന് ചെറുതാവും. റൈസ് ടു 5 എന്നുള്ളത് കുറഞ്ഞിട്ട് റൈസ് ടു 4 ആവും. കൂട്ടിയ 5 കിട്ടണമെങ്കിൽ 4ന്റെ ഒപ്പം 1 വരാം. പിന്നെ 10ഉം എ ബി ഉണ്ടാവും. എന്റെ പവർ ഒന്നുകൂടെ കുറയും. എന്റെ മുഴുവൻ ഫുള്ള് പവർ എക്ക് ഇവിടെ വരാം. പിന്നെ എന്റെ പവർ ഇങ്ങനെ കുറഞ്ഞു വരും. അതോടൊപ്പം ബിയുടെ ഇവിടെ ബി ഇല്ലല്ലോ, ഇവിടെ ശരിക്കും ബി റൈസ് ടു 0 ആണ്, ബിയുടെ പവർ 0 ആണ്. പിന്നെ ബിയുടെ പവർ കൂടി ഇങ്ങനെ വരും. ഫുള്ള് പവർ ബിക്ക് വരുന്നത് ലാസ്റ്റ്. നമ്മൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ് ചെയ്തെങ്ങനെ എ ക്യൂബ് ആദ്യം വരും എന്ന് പറഞ്ഞാൽ പിന്നെ ഫുള്ള് പവർ, അതിൽ ബി ഉണ്ടാവില്ല, ശരിക്കും അവിടെ ബി റൈസ് ടു 0 ആണ്. പിന്നെ 3ab ബി ക്യൂബ്, ആദ്യം എ ക്യൂബ് അവസാനം ബി ക്യൂബ്. ഇവിടെ ഫുള്ള് പവർ ബിക്കാണ്, ഇവിടെ എ ഉണ്ടാവില്ല, ശരിക്കും എ റൈസ് ടു 0 ഉണ്ടെന്നാണ്. ഇവിടെ ഫുള്ള് പവർ ആദ്യത്തെ എ അല്ലേ, എക്കാണ് ഫുള്ള് പവർ വരിക, അവിടെ ബി ഉണ്ടാവില്ല. പിന്നെ വരുന്ന ആളുകൾ അതിന്റെ പവറാണ് പറയുന്നത്. എന്റെ പവർ 3 ആണ്, അത് കുറഞ്ഞ് 2 ആവും. ഉടനെ അവിടെ ബിയുടെ പവർ ഇങ്ങനെ 1 ആയിട്ട് വരും, കാരണം ഇത് രണ്ടും ആഡ് ചെയ്താൽ 3 കിട്ടും. പിന്നെ പവർ എയുടെ പവർ ഒന്നുകൂടെ കുറഞ്ഞ് 1 ആവും, അപ്പൊ ബിയുടെ പവർ ഒന്ന് കൂടിയിട്ട് 2 ആവും. കണ്ടാ, ഈ പവറുകളുടെ സമ്മ് 3 ആയിക്കൊണ്ടിരിക്കുന്നല്ലേ പറഞ്ഞു. പിന്നെ എയുടെ പവർ ഒന്നുകൂടി കുറയാണ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു 0, അവിടെ ബി റൈസ് ടു 3 വരും. അപ്പൊ ശരിക്കും എ പ്ലസ് ബി റൈസ് ടു 5ന്റെ ടേംസുകൾ വേണം ഇപ്പൊ തന്നെ പറയാം. കോഎഫിഷ്യൻസ് ഇങ്ങനെ സെറ്റ് ആക്കാം. റൈസ് ടു 5 ആണെങ്കിൽ നിങ്ങൾക്കറിയാം 6 ടേംസ് എക്സ്പാൻഷൻ ഉണ്ടാവും. 1 2 3 4 5 6 അല്ലെ. ആദ്യത്തെ ടേം എ റൈസ് ടു 5 ആണ്, നോ ഡൗട്ട്. അതുപോലെ ലാസ്റ്റ് ടേം ബി റൈസ് ടു 5 ആണ്, നോ ഡൗട്ട്. പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന ആളുകൾ, അതിൽ എ ബികൾ ഇങ്ങനെ വരും, എ ബി എ ബി എ ബി എ ബി. പവറുകളുടെ പ്രത്യേകത, എന്റെ പവർ ഒന്ന് കുറഞ്ഞിട്ട് ബി ഒരു പവർ വരും. എന്റെ പവർ 5 അല്ലേ സ്റ്റാർട്ടിങ് വരും, എന്റെ പവർ 4 ആവും, ഉടനെ അവിടെ ബി റൈസ് ടു 1 വരും. പിന്നെ എന്റെ പവർ ഒന്നുകൂടെ കുറഞ്ഞ് 3 ആകും, അവിടെ ബി റൈസ് ടു 2 വരും. പിന്നെ എന്റെ പവർ കുറഞ്ഞിട്ട് 3 വരുമ്പോ ബി സ്ക്വയർ ആവും. എന്റെ പവർ കുറഞ്ഞിട്ട് 1 ആകുമ്പോ ബി 4 ആവും. പിന്നെ എന്റെ പവർ 0 എന്ന് പറഞ്ഞാൽ എ വരാതിരിക്കും, അപ്പൊ ബി ഫുള്ള് പവർ. എയുടെ പവറുകൾ ആദ്യം ഫുള്ള് വരും, പിന്നെ കുറഞ്ഞ് ഡിക്രീസ് ചെയ്ത് വരുമ്പോ ബിയുടെ പവർ കൂടി വരും. ആദ്യത്തത് എക്ക് ഫുള്ള് പവറും അവസാനത്തത് ബിക്ക് ഫുള്ള് പവറുമായിരിക്കും. ഓക്കെ, ഇതാണ് എ പ്ലസ് ബി റൈസ് ടു 5ന്റെ കോഎഫിഷ്യൻസ്. 6ന്റെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂട്ടി എത്ര 6. അപ്പൊ 1 6, പിന്നെ ഇത് 15 വരും, ഇത് 20 വരും, ഇത് 15, പിന്നെ 6 അങ്ങനെ വരും. അപ്പൊ എ പ്ലസ് ബി റൈസ് ടു 72 എത്ര വരിക, 72ന്റെ കോഎഫിഷ്യൻസ് അറിയാൻ അത്രയും പ്രാവശ്യം എഴുതണം അല്ലെ. ഇത് എ പ്ലസ് ബി റൈസ് ടു 1ന്റെ കോഎഫിഷ്യൻസുകളാണ്. ടേംസിന്റെ റൈസ് ടു 2ന്റെ കോഎഫിഷ്യൻസ് ആണ്. 3ന്റെ റൈസ് ടു 4 റൈസ് ടു 5ന്റെ അഞ്ചാണൊക്കെ നമ്മൾ എഴുതാം. 20ാമത്തിന്റെ എങ്ങനെ എഴുതാം, എ പ്ലസ് ബി റൈസ് ടു 20ന്റെ കോഎഫിഷ്യൻസ് എഴുതണമെങ്കിൽ 20 അത്രയും എഴുതിയാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് എഴുതാതെ എങ്ങനെയാണ് അതിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയാൻ പോകുന്നത്, അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, കഴിഞ്ഞ ചാപ്റ്റർ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അല്ലേ, അത് കോമ്പിനേഷൻസ് ആയിട്ടാണ് സെറ്റ് ആക്കുന്നത്. ഇങ്ങനെയാണ് പാസ്കൽ ട്രയാങ്കിൾസ്. 1 1 1 2 1 1 3 3 1 ഇങ്ങനെയാണ്. ഇത് എ പ്ലസ് ബി റൈസ് ടു 6ഉം 7 ഒക്കെ ഓർഡർ എഴുതിയാൽ നമുക്ക് എല്ലാവരുടെയും കോഎഫിഷ്യൻസ് അറിയാം. എ പ്ലസ് ബി റൈസ് ടു 41ന്റെ എങ്ങനെ കാണാം, അതിന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ റൈസ് ടു 41 വരെ പോയല്ലേ അറിയുള്ളൂ. അപ്പൊ ഓരോ പവർ വന്നാലും കോഎഫിഷ്യൻസ് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോണത്. അത് കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് പറയുന്നത്. എ പ്ലസ് ബി റൈസ് ടു 7 അതിന്റെ എക്സ്പാൻഷന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. പവർ 7 ആണെങ്കിൽ നമുക്കറിയാം എത്ര ടേം ഉണ്ടാവും, 8 ടേംസ് അതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവും. ക്ലിയർ? ഓരോ ടേമിലും എകളും ബികളും ഉണ്ടാവും. ചിലപ്പോൾ എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം. ആദ്യത്തിൽ എ മാത്രമേ ഉണ്ടാവുള്ളൂ, അവസാനം ബി മാത്രം.
അപ്പൊ ഓരോന്നിന്റെ പവറുകൾ കൂട്ടിയാൽ 7 ഇങ്ങനെ ആവും. അത് 7 കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഓരോ 8 ടേം ഉണ്ട്. 8 ടേമിന്റെ കോഎഫിഷ്യൻസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അല്ലെ. ഇതിന് എക്സ്പാൻഷൻ എങ്ങനെ വരാം കുറച്ച് ഐഡിയ പറയാം കേട്ടോ. ബാക്കി നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എയുടെ പവർ ഫുള്ള് ഇതാണ്. എക്ക് ഫുള്ള് പോകും. ഇത്ര a plus b raised to 7. അവിടെ ബി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ b raised to 0 എന്നാണ് ശരിക്കും കേട്ടോ. അതുപോലെ കുറെ കഴിഞ്ഞ് ലാസ്റ്റ് ആര് വരും? എന്റെ പവർ ഇനി കുറഞ്ഞു വരുമ്പോ ബിന്റെ പവർ കൂടാണ്. ലാസ്റ്റ് വരുന്ന ടേം b raised to 7. എക്ക് ഫുള്ള് പവർ ആദ്യം, അതുപോലെ ബിക്ക് ഫുള്ള് പവർ അവസാനം. ഇനി ഇവിടെ വരുന്നതൊക്കെ എ ബികളാണ്. 8 അല്ലേ, ഇനി 2 വന്നു. ഞാൻ അറിഞ്ഞിട്ട് അല്ലെ. ഇവിടെ എ ബി ഉണ്ടാവും, പിന്നെ എ ബി 1 2 3 4 ആയി 5 6 7 1 2 3 4 5 6 7 ഒരു എ ബി കൂടെ വരും അല്ലേ. ആദ്യം എ റൈസ് ടു 7, ലാസ്റ്റ് ബി റൈസ് ടു 7. കോഎഫിഷ്യൻസ് പെട്ടെന്ന് കിട്ടൂല കേട്ടോ. അത് നമുക്ക് ഒന്നെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ പറയാം. അത് ലാസ്റ്റ് പറയാം. പിന്നെ ഇവിടുത്തെ നമ്പർ പിന്നെ പറയാം കോഎഫിഷ്യൻസ്. ഇവിടെ എന്റെ പവർ 6 ആവുമ്പോ ബി പവർ 1 ആവും. ഈ പവറും കൂട്ടി അത് 7 ആയിക്കൊണ്ടിരിക്കും, എപ്പോഴും 7. പിന്നെ അതിന്റെ പവർ 5, അപ്പൊ ഇത് 2 ആവും. 7 ആയില്ലേ പവർ അല്ലെ. പിന്നെ 4ന് 3 വരും, 7 ആയി. പിന്നെ ഇത് 3 ആകുമ്പോ അത് 4 ആവും. ഇത് 2 ആകുമ്പോ അത് 5 ആവും. പിന്നെ ഇത് 1 ആകുമ്പോ അത് 6 ആവും. പിന്നെ ഇത് 0 ആകുമ്പോ അത് 1. ഈ 6 1 ആണ്. ഈ 6 1 തന്നെയാണ് 1 6 കണ്ടാ. ഈ 5 2 മറിഞ്ഞു വരുമ്പോ 2 5 ആവും. ഈ 4 3 മറിഞ്ഞ് 3 4 ആവും. ഇതാണ് എ ബികളുടെ പവറുകളുടെ പ്രത്യേകത. അത് 7 കീപ്പ് ചെയ്തുകൊണ്ട് 7 പവർ, അതുകൊണ്ട് 8 ടേംസ് ഉണ്ടാവും. പവർ 7 ആണ്. ഓരോരുത്തരുടെയും പവർ കൂട്ടിയാൽ നമുക്ക് 7 ആണ് കിട്ടാം. പിന്നെ കോഎഫിഷ്യന്റ് ആണ്. ഇതിന്റെ കോഎഫിഷ്യന്റ് എങ്ങനെ ഇടാം? 6 എഴുതി 7 എഴുതിയാലേ അങ്ങനെ വരുമ്പോഴേ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കോഎഫിഷ്യൻസുകളാണ് നമ്മൾ പറയാനുള്ളത്. അത് കോമ്പിനേഷൻ ഉപയോഗിച്ചാണ് പറയുന്നത്. a plus b raised to 10 പറയാം. 10 ആണ്. അപ്പൊ 11 ടേംസ് ഉണ്ടാവും. ആദ്യത്തെ ആള് എ റൈസ് ടു ഫുള്ള് പവർ ആണ്. ഇവിടെ ശരിക്കും ബി ഇല്ല. ബി ശരിക്കും എന്താ ബി റൈസ് ടു 0 ഉണ്ടോ. അതുപോലെ അവസാനത്തത് ബി റൈസ് ടു 10 ആണ്. ബി റൈസ് ടു 10 ആണ്. അവിടെ ഇല്ല, ശരിക്കും അത് എ റൈസ് ടു 0 ഉണ്ടോ. ഇതാണ് ശരിക്കും ഫസ്റ്റ് ടേം, ഇതാണ് ശരിക്കും ലാസ്റ്റ് ടേം. ഇനി ബാക്കിയുള്ളടത്തൊക്കെ എ ബികൾ എങ്ങനെ വരും? എ ബി എ ബി എ ബി എ ബി എ ബി 1 2 3 4 5 6 7 8 ആയി 9 ആയി 10 ആയി 11 അല്ലാണ്ട് 10 11 1 2 3 4 5 6 7 8 9 10 11 കോഎഫിഷ്യന്റ് പറയില്ല കേട്ടോ. എന്റെ പവർ എങ്ങനെ കുറക്കാം? എ 9 ആവും, അപ്പൊ അത് 1 ആവും. എ 8 ആകുമ്പോ 2, 7 ആകുമ്പോ 3 അല്ലെ. 6 4 5 5 4 ആകുമ്പോ 6 3 ആകുമ്പോ 7 2 ആകുമ്പോ 8 1 ആകുമ്പോ 9 പിന്നെ 1 9 കഴിഞ്ഞാൽ 0 ആകുമ്പോ 10. അതാണ് എന്റെ പവർ കുറയുന്നു, ബിന്റെ പവർ ഇങ്ങനെ കൂടുന്നു. ഇതാണ് പവറുകളും ടേംസുകളുടെ എണ്ണം. ഇനി കോഎഫിഷ്യൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അത് നമ്മള് കോമ്പിനേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. എന്താ a plus b raised to 2 വരാം, raised to 3, raised to 4, raised to എത്രയും വരാം, raised to n എന്ന് പറഞ്ഞാൽ പവർ n ആണ്. അപ്പൊ എത്ര ടേംസ് ഉണ്ടാവും? n plus 1 ടേംസ് ഉണ്ടാവും അല്ലെ. ആദ്യത്തെ പവർ ആർക്ക് വരിക? ഫുള്ള് എക്ക് ഫുള്ള് പവർ കൊടുത്താ എക്ക് ഫുള്ള് പവർ കൊടുക്കുക അല്ലെ. അതേപോലെ അവസാനത്തിന് ഫുള്ള് പവർ കൊടുത്താൽ ഏത് വരിക? ബിക്ക് ഫുള്ള് പവർ കൊടുക്കുമ്പോ ബി റേസ്റ്റ്. ശരിക്കും ഇവിടെ എ റേസ്റ്റ് ന്റെ കൂടെ ആരുണ്ട്? ബി റേസ്റ്റ് 0 ഉണ്ട്. അതുപോലെ ബി റേസ്റ്റ് ന്റെ കൂടെ എ റേസ്റ്റ് 0 ഉണ്ട് അല്ലെ. ഇനി എന്റെ പവർ എങ്ങനെ കുറക്കുക? ബിന്റെ പവർ കൂട്ടില്ലേ. അന്ന് പറഞ്ഞാൽ എ ബികൾ ഇങ്ങനെ വരും. ഒരു എ ബി ഇവിടെ വരും, ഒരു എ ബി ഇവിടെ വരും, ഒരു എ ബി ഇവിടെ വരും, ഇവിടെ ഒരു എ ബി, ഇവിടെ ഒരു എ ബി അല്ലെ. അങ്ങനെ കോഎഫിഷ്യൻസ് പിന്നെ പറയാം. n ആണ് എന്റെ പവർ. എന്നും 0യും കൂട്ടിയാൽ ഈ n കിട്ടും. ഇനി എന്നിന്റെ പവർ ഒന്ന് നോക്കുമ്പോ എ റൈസ് ടു n മൈനസ് 1. അപ്പൊ ബിന്റെ പവറോ എത്ര കുറഞ്ഞത്? 1 അല്ലേ. ആ 1 ഇവിടെ n മൈനസ് 1 ആണ്. അടുത്ത് n മൈനസ് 2. അപ്പൊ ബി സ്ക്വയർ. n മൈനസ് 2 ബി സ്ക്വയറും കൂട്ടാം. n മൈനസ് 2 പ്ലസ് n മൈനസ് 2 2 കൂട്ടിയോക്കാം, n കിട്ടും. ഇവിടെ പവർ n മൈനസ് 1 1 ആണ്. ആ n മൈനസ് 1 1 കൂട്ടിയോക്കാം, n തന്നെ. ഓരോന്നിന്റെ പവറുകളുടെ സമ്മ് n തന്നെ വരും. അപ്പൊ n മൈനസ് 1 n മൈനസ് 2 അടുത്ത n മൈനസ് 3 വരും മേക്ക്. അപ്പൊ കുറഞ്ഞത് 3 അല്ലേ. അപ്പൊ അതിവിടെ കൂടി കൊടുക്കണം.
അടുത്ത n-4 വരും, അവിടെ 4 വരും. n-5 വരും, അവിടെ 5. അങ്ങനെ പോയി ലാസ്റ്റ് എന്റെ പവർ പച്ചന കഴിഞ്ഞ് 0 എല്ലാതാവും. അപ്പൊ ബിക്ക് ഫുള്ള് പവർ. ഇതാണ് a പ്ലസ് ബി റേസ് ടു എന്നിന്റെ ടേംസുകൾ. ഇവിടെ n+1 ടേംസ് ഉണ്ടാവും. കോഎഫിഷ്യന്റ് പറയാം. ഇത് എത്ര ടേം ഉണ്ടാവുന്നോ? ഇവിടെ ബിന്റെ പവർ എത്ര? 0 തന്നെ. ഇവിടെ നിങ്ങളുടെ ബിന്റെ പവർ ഉണ്ടിക്കോ. B1 2 പവർ 3 പവർ 4 പവർ 5 പവർ. അപ്പൊ ബിന്റെ പവർ നോക്കുക. ബിന്റെ പവർ 1 ആണെങ്കിൽ ഒരു ടേം, രണ്ടാമത് 2 ടേം ആയില്ലേ, 3 അല്ല 8 പവർ, അപ്പൊ 3 ടേം, 4 ടേം 5 ടേം, അങ്ങനെ പോയി. ഇത് n ടേം ഉണ്ട്. ഇത് പിന്നെ ഇത് കൂടെ കൂടുമ്പോ +1 n+1 ടേംസ് ആണ് അതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി കോഎഫിഷ്യൻസ്. ഇവിടുന്ന് കോഎഫിഷ്യന്റ് വരും. ഇവിടെ 1 ആണ് വരിക ശരിക്കും, ഇവിടെ a മാത്രം ഉള്ളെങ്കിൽ. ആ 1 ഇങ്ങനെ വരിക കോമ്പിനേഷൻ nc0 a raised to n b raised to. അടുത്തത് nc1. ആ നമ്പർ എത്രയാണോ പവറിനനുസരിച്ച് കേട്ടോ. nc1. അടുത്തത് nc2 nc3 nc4 അങ്ങനെ പോയി ലാസ്റ്റ് ncn. a plus b raised to 6 or 7 അപ്പൊ a plus b raised to 20 ന്റെ എക്സ്പാൻഷൻ പറഞ്ഞാല് നമുക്കറിയാം a plus b raised to 20 21 ടേം ഉണ്ടാവും. ആദ്യത്തെ a raised to 20 ആയിരിക്കും, അവസാനത്തെ b raised to 20 ആയിരിക്കും. പക്ഷെ രണ്ടാമത് എന്താ, a raised to 19 ആവുമ്പോ b raised to 1, a raised to 18 ആവുമ്പോ b raised to 2, അങ്ങനെ വരും അല്ലെ. പക്ഷെ അതിനൊക്കെ കോഎഫിഷ്യൻസ് എഴുതണമെങ്കിൽ ഒന്നുകിൽ ആ പാസ്കൽ ട്രയാങ്കിൾ ഫുൾ എഴുതണ്ടേ. അപ്പോഴല്ലേ ബിന്റെ 20ാമത്തിന്റെ ലൈനിൽ ഏതാ വരുന്നത് അത് വരുള്ളൂ. അപ്പൊ അത് പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് അല്ല കോമ്പിനേഷൻസ് കൊടുക്കും. 20 ആണെങ്കിൽ 20c0 നമുക്കറിയാം വാല്യൂ, 20c1 20c2 അങ്ങനെ പോകും. അപ്പൊ a plus b raised to n is equal to nc0 a raised to n b0 plus nc1 a raised to n minus 1 b nc2 a raised to n minus 2 b square. അങ്ങനെ പോയി ലാസ്റ്റ് ncn. ഇത് രണ്ടും ഒരേ നമ്പർ. ഇത് raised to 20 ആണെങ്കിൽ എന്താ വരിക, 20c0 പിന്നെ 20c1 20c2 20c3 a plus b raised to 44. ടേംസ് നമുക്ക് എഴുതാനറിയാം, പക്ഷെ അതിന്റെ കോഎഫിഷ്യൻസ് ബുദ്ധിമുട്ടായതുകൊണ്ട് 44 ആണെങ്കിൽ 44c0 കണ്ടുപിടിക്കാം, 44ൽ c1 44ൽ c2 44ൽ c3 അങ്ങനെ പോയി ലാസ്റ്റ് 44c44 വരെ ആ വാല്യൂ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് റേസ്റ്റ് എത്ര വന്നാലും കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് പറ്റും, അല്ലെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കോമ്പിനേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ പ്രത്യേകത nc0 ഈ ടേമിലേക്ക് നോക്ക്. nc1 ഇത് വേറെ ടേമാണ്. എബികൾ ഇങ്ങനെ ഓരോ ടേം ഉണ്ടാവും. ഇവിടെ സിന്റെ അവിടെ വരുന്ന നമ്പർ എത്രയാണോ അതായിരിക്കും ബിയുടെ പവർ. സിന്റെ അവിടെ വരുന്ന 1 അല്ലേ, അതാണ് ബിന്റെ പവർ. സിന്റെ അവിടെ 2 ആണ് ബിയുടെ പവർ. സിന്റെ അവിടെ ഏതാ n ആണ്, അതാണ് ബിന്റെ പവർ. സിന്റെ അവിടെ 4 ആണ്, അതാണ് ബിന്റെ പവർ. ഓക്കെ, പിന്നെ n-ഉം 0-യും തമ്മിൽ കുറച്ച് നോക്കാം. n-ഉം 0-യും തമ്മിൽ കുറച്ചാൽ n-0 ഇത് n ആണ്. ഇവർ തമ്മിൽ കുറച്ചാൽ കിട്ടുന്നത് എന്റെ പവർ. n-ഉം 1-ഉം കുറച്ചാൽ കിട്ടുന്നത് ഇവന്റെ പവർ. n-ഉം 2-ഉം കുറച്ചാൽ കിട്ടുന്നത് എന്റെ പവർ. n-ഉം 4-ഉം തമ്മിൽ കുറച്ചത്ര n-4 അത് എന്റെ പവർ അല്ലെ. അപ്പോ nc8 എങ്ങനെ വരിക, എയും ബി ആവുമ്പോ nc8 ആണെങ്കിൽ n-8 ഇവിടെ വരും അല്ലെ. അപ്പൊ ബിക്ക് 8 പവർ. കോമ്പിനേഷനിൽ സിയുടെ ഇവിടെ വരുന്ന നമ്പർ ആയിരിക്കും ഡിയുടെ രണ്ടാമത്തോന്റെ പവർ ഇവിടെ വരുന്ന നമ്പർ. സിന്റെ അപ്പുറത്തുള്ള ഈ നമ്പർ എത്രയാണോ അതാണ്, അതും ഇത് തമ്മിൽ കുറച്ചാൽ എത്രയാണോ അതാണ് എ ഡി പവർ. ഓക്കെ, nc0 nc1 ഇതിങ്ങനെ വരും കേട്ടോ. ജനറൽ ആയിട്ട് നമ്മൾക്ക് പറയാം a plus b raised to nc equal to in general nc-കൾ കുറെ ഉണ്ടാവും അല്ലെ. nc-കൾ കുറെ ഉണ്ടാവും, 1 വരാൻ 0 nc ഒക്കെ nc-ലാണ്. nc0 nc1 nc2 ഒക്കെ nc-ലാണ്. പിന്നെ a raised to b raised to ഉണ്ടാവും അല്ലെ. ജനറൽ ഫോം വരാൻ ഒക്കെ nc-കളാണ് വരിക, എയും ബിയും ഉണ്ടാവും. ഇവിടെ എത്രയാണോ അതാണ് ഇവിടെ വരിക. അപ്പൊ nck ആണെങ്കിൽ ഇവിടെ b raised to k വരും. ഇത് തമ്മിൽ കുറച്ചാൽ എത്രയാണോ അത് ഇവിടെ വരും, n-k അല്ലെ. 1 കൊടുത്തോക്കാം nc1 a raised to n-1 b raised to ഇത് കിട്ടും. 2 കൊടുത്തോക്കാം ഇത് കിട്ടും. 3 കൊടുത്താൽ ഇത് കിട്ടും. പക്ഷെ നമുക്ക് 0 കൊടുക്കാം, 0 സ്റ്റാർട്ടിങ് 0 അല്ലേ. അപ്പൊ ഇത് 0 കൊടുത്താൽ nc0 a raised to n-0 b raised to 0 ഇത് വരും.
1 കൊടുത്താൽ 2 കൊടുത്താൽ അങ്ങനെ ഫുള്ള് കൊടുക്കുക. എവിടെ വരെ കൊടുക്കാം? n. ഇവിടെ n വരെ കൊടുത്തോക്കാം, ലാസ്റ്റ് n കൊടുത്തോക്കാം. അപ്പൊ k ന്റെ അവിടെ n കൊടുക്കുമ്പോ n c k n c n അല്ലെ, a raised to n minus n. n minus n എന്താ? 0. b raised to n വരും. അപ്പൊ നമുക്ക് ഓരോ വാല്യൂ കൊടുക്കുക, കൂട്ടാം. അതിന് സമ്മേഷൻ സിഗ്മ കൊണ്ടാ പറയാം. ഒരു 0 കൊടുക്കുക, കൂട്ടുക, 1 കൊടുക്കുക, കൂട്ടുക, 2 കൊടുക്കുക, കൂട്ടുക, അങ്ങനെ ഇത് കൂട്ടുണ്ടാണ് അല്ലെ. 0 കൊടുക്കാം, കേക്ക് 0 കൊടുക്കാം, ഒരു വാല്യൂ കൊടുത്തു, കൂട്ടി സമ്മേഷൻ. പിന്നെ 1 കൊടുക്കത് കൂട്ടി, 2 കൊടുക്കുക, അങ്ങനെ കൊടുത്ത് കേക്ക് ഇടം വരെ പറ്റും n വരെ. സിഗ്മ കെ ഫ്രം 0 to n, കേക്ക് 0 n വരെ കൊടുക്കുക ഈ സാധനത്തിന്. സിഗ്മ പറഞ്ഞാൽ കൂട്ടാനാണ്. അപ്പൊ ഇത്രയും ഇതിന് പകരം ഇതിന്റെ ഷോർട്ട് ആണ് ഈ കാണുന്നത്. a plus b raised to n is equal to sigma k from 0 to n n c k a raised to n minus k b raised to k. അതാ a plus b raised to n is equal to n c 0 അങ്ങനെ പോന്നിട്ട് ലാസ്റ്റ് n c n വരുന്നവരെ. ഓക്കെ, എന്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും, ബിയുടെ പവർ കൂടിക്കൊണ്ടിരിക്കും. ആദ്യത്തെ ഫുള്ള് പവർ എക്ക്, അവസാനത്തെ ഫുള്ള് പവർ ബി. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പാൻഡ് a plus b the whole square using binomial theorem. a plus b whole square നമുക്കറിയാം, a square plus 2ab plus b square അല്ലേ. അത് ബൈനോമിയൽ തിയറം വെച്ചിട്ട് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? നോക്കൂ, a plus b the whole square നമ്മൾ ബൈനോമിയൽ വെച്ചിട്ട് നമുക്കറിയാം nc0 nc1 nc2 അങ്ങനെ പോയി ലാസ്റ്റ് ncn വരെ പോകണം അല്ലെ. ഇവിടെ ആദ്യം നമുക്ക് നോക്കാം എത്ര പവർ 2 അല്ലേ. അപ്പൊ nc ന്റെ വരെ 2c 0 വരും, 2c 1 വരും, 2c 2 വരും. എന്നും ഇവിടെ നമ്പർ വരെ പോണം. ഇതാണ് കോമ്പിനേഷൻസ് അല്ലെ. ഇനി ഇവിടെ ഒരു 2 ആണ് പവർ എങ്കിൽ 3 ടേംസ് ഉണ്ടാവും. ആ 3 ടേംസിന്റെ ഈ കോഎഫിഷ്യൻസ് സെറ്റ് ആക്കി. ഇനി എല്ലായിടത്തും എ ബികൾ വരും. ഇവിടെ ഉണ്ടാവും എ ബി, ഇവിടെയും എ ബി വരും, ഇവിടെയും എ ബി വരും അല്ലെ. ഇവിടെ പവർ 2 ആണ്. ഈ പവർ എത്രയാണോ അതാണ് ബിക്ക് വരിക എന്ന് നമ്മൾ പറഞ്ഞു. ഇത് തമ്മിൽ കുറച്ച് എത്ര 2 - 0 അത് ഇവിടെ വരും അല്ലെ. ഈ പവർ 1 അത് ബിക്ക് വരും. ഇത് തമ്മിൽ കുറച്ച് 2 - 1 എക്കും വരും. ഈ പവർ ബിക്ക് വരും. ഇത് തമ്മിൽ കുറച്ച് 2 - 2 അത് എക്കും വരും അല്ലെ. ഈക്വൽ ടു എന്താ 2c0 കോമ്പിനേഷൻ പറഞ്ഞു. nc0 എത്ര c0 എന്നുള്ള ആൻസർ 1 ആണ്. എയും ബിയും ആണ് അല്ലെ. a raised to 2 - 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. b raised to 0 എന്താ? അത് 1 പവർ 0 എന്നാ 1 അല്ലേ. പ്ലസ് 2c1 2c1 എത്ര c1 വന്നാലും അതിന്റെ ആൻസർ 2 ആണ്. nc1 ഈക്വൽ ടു എന്ന് പഠിച്ചു. a raised to n minus 2 - 1 1, b raised to 1 പറഞ്ഞാൽ b എന്ന് അല്ലേ. 2c2 ncn 7c7 1 ആണ്. a raised to 2 - 0 എന്ന് പറഞ്ഞാൽ 0, 2 - 2 പറഞ്ഞാൽ 0 അല്ലെ. പിന്നെ b സ്ക്വയർ ഈക്വൽ 1 1 മുറിച്ച 1 വേണ്ട, ലാസ്റ്റ് a സ്ക്വയർ. ഇത് a1 raised to 1 പറഞ്ഞാൽ a, b raised to 1 b, പിന്നെ 2. a raised to 0 1 അത് രണ്ടും 1 ആണ്. അപ്പൊ പിന്നെ b സ്ക്വയർ അതാ a plus b ഹോൾ സ്ക്വയർ എന്താ a സ്ക്വയർ പ്ലസ് 2a പ്ലസ് b സ്ക്വയർ അല്ലെ. ഇതാണ് ബൈനോമിയൽ പ്രകാരം ചെയ്തത്. ഓക്കെ, എക്സ്പാൻഡ് a plus b raised to 3 using binomial theorem. a plus b ഹോൾ ക്യൂബ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബൈനോമിയൽ പ്രകാരം എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പവർ 3 അല്ലേ. അപ്പൊ 3c0 3c1 3c2 3c3 അല്ലെ. 0 1 2 3 അത്രയും പോണം. എയും ബിയും ഇവിടെ എങ്ങനെ വരും ശരിക്കും അല്ലെ. ഇനി പവർ കൊടുക്കാം. ഈ പവർ ബി കൊടുക്കാം. 3 - 0 എന്താ? അത് 3 ആണ് അല്ലെ. ഇവിടെ പവർ 1 ആണ്, ഇവിടെ കൊടുക്കാം. 3ഉം 1ഉം കുറച്ച് 2 ഇവിടെ കൊടുക്കാം. ഈ പവർ ബി കൊടുക്കാം. ഇത് തമ്മിൽ കുറച്ച് 1 ഇവിടെ കൊടുക്കാം. ഈ പവർ ബി കൊടുക്കാം. ഇത് തമ്മിൽ കുറച്ച് 0 ഇവിടെയും കൊടുക്കാം. അപ്പൊ അത് ലാസ്റ്റ് 3c0 എത്ര c0 1 ആണ്. ഇത് a ക്യൂബ്, b raised to 1 1 അല്ലേ. 3c1 3 ആണ്. a സ്ക്വയർ b raised to 1 b. 3c2 എത്ര? ഇവിടെ നമ്പറും അതിനേക്കാൾ ഒരു നമ്പർ കുറവ് 7c6
ഒരു നമ്പറും അതിനേക്കാൾ ഒന്ന് കുറവായ നമ്പർ ഇവിടെ ഉണ്ടെങ്കിൽ NCn-1, 20C 19 ആണെങ്കിൽ അത് ഈ നമ്പർ ആകും. 4C 3 ആണെങ്കിൽ ഈ നമ്പർ വരിക. 100C 99 ആണെങ്കിൽ ഇതിനേക്കാൾ ഒന്ന് ഇവിടെ കുറവാണെങ്കിൽ അത് ഈ നമ്പറാണ് വരിക. അപ്പോൾ 3 ആണ് വരിക കേട്ടോ. നമ്മൾ കോമ്പിനേഷൻ പറഞ്ഞു. A⁻1 പറഞ്ഞാൽ A, പിന്നെ B². 3C3, NCn, 5C5 1 ആണ്. A⁻0 പറഞ്ഞാൽ 1 ആണ് അല്ലെ. പിന്നെ B⁻3 ഉണ്ടാവും. ലാസ്റ്റ് ഇത് കുറിച്ചാൽ A³ 3A²B 3AB², ലാസ്റ്റ് B³ അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് y+3⁵5 യൂസിംഗ് ബൈനോമിയൽ തിയറം. y+3⁵5 ബൈനോമിയൽ തിയറം പ്രകാരം ചെയ്യാം. ആദ്യം കോമ്പിനേഷൻസ് ഫുൾ ചെയ്ത 5 അല്ലേ. 5C0, പിന്നെ 5C1, 5C2 അല്ലെ, പിന്നെ 5C3 വരും, 5C4, 5C5. ഇത്രയാണ് കോമ്പിനേഷൻസിൽ വരും അല്ലെ. സ്റ്റാർട്ടിങ് അങ്ങനെ y-ഉം 3-യും വന്നുകൊണ്ടേയിരിക്കും അല്ലെ. y-ഉം 3-യും ആദ്യത്തത് y-യുടെ ഫുൾ പവർ ആണ് വരിക. അവിടെ ഇവന് ഉണ്ടാവില്ല, അവന് ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇതിന് ശേഷം ഈ y-ക്ക് ഫുള്ള് പവർ കൊടുത്ത് തരിക മതി. y-ക്ക് ഫുള്ള് പവർ കൊടുക്കും. ഇവിടെ അവനെ എഴുതണ്ട. അവസാനം ഇവന് ഫുള്ള് പവർ കൊടുക്കുക. 3-ക്ക് ഫുള്ള് പവർ. അതല്ല അവസാനത്തെ 3-ക്ക് ഫുള്ള് പവറും കൊടുത്തു. ഓക്കെ. അപ്പൊ ആദ്യത്തെ y-ക്ക് ഫുള്ള് പവർ കൊടുത്തു, അവസാനം 3-ക്ക് ഫുള്ള് പവർ കൊടുത്തു. ഇനി y-യുടെ പവർ ഒന്ന് കുറക്കുക. y-യുടെ പവർ 4 ആക്കുക. അപ്പൊ അവിടെ ആര് വരും? ഇത് 4 ആകുമ്പോ ഇവിടെ 3 വരും. അപ്പൊ 3-ന്റെ പവർ 1 കണ്ടാ. y⁻4 ആകുമ്പോ 3⁻1. കാരണം y-ന്റെയും 3-യും y-യും 3-യും y-യും 3-കളും ഇങ്ങനെ വരും. y-ന്റെ പവറും 3-ന്റെ പവറും കൂട്ട് 5 ആയിക്കൊണ്ടിരിക്കും. y-ന്റെ പവർ കുറച്ചുകൂടെ എന്താക്കുക? 4 അത് 3 ആക്കുക. അപ്പൊ 3-ന്റെ പവർ എന്താവും? 1 എന്തായി 2 ആയി മാറും. y-ന്റെ പവർ 3 ആയിരുന്നു, ഇത് 2 ആക്കുക. y-യുടെ പവർ 2 ആക്കുക. അപ്പൊ 3-ന്റെ പവർ കൂടും, 3-ന്റെ പവർ 3 ആവും. കണ്ടോ? ഇനി y-യുടെ പവർ ഒന്നുകൂടി കുറക്കാം, ⁻1 ആക്കുക. അപ്പൊ 3-ന്റെ പവർ ഒന്നുകൂടെ കൂടും. y-യുടെ പവർ ഇനി കുറച്ചാ y⁻0 അത് പോവും. അത് വേണ്ട, 1 അല്ലേ. പിന്നെ 3-ന്റെ ഫുൾ പവർ ഇതല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. ഈക്വൽ ടു. ഇനി വാല്യൂ നോക്കാം. 5⁻0 എന്ന് പറഞ്ഞാല് എത്ര ⁻0 വന്നാലും 1. പിന്നെ y⁻5 അല്ലെ. 5C1 എത്ര C1 ആണെങ്കിലും അത് ആ n തന്നെയാണ്, NC1 അല്ലെ. 5C1 എന്ന 5 ആണ്. y⁻4 ചെയ്താ 3⁻1 3 അല്ലേ. 5C2 വാല്യൂ കാണണം. 5 ഫാക്ടോറിയൽ ഇൻറ്റു ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ അല്ലെ. തമ്മിൽ വെട്ടിപ്പോയാൽ മതി. 3 വരെ പോകും, ബാക്കി 4ഉം 5ഉം കൂടെ ഉണ്ടാവും. 20ന്റെ പകുതി വരും. എത്ര 20ന്റെ പകുതി? 10 അല്ലെ. ഇത് പറഞ്ഞു. ഈ ടേം എഴുതി. ഇത് 10 ആണ്. 10 വരും. പിന്നെ y³ 3² എത്രയാണ്? അത് 9 അല്ലെ. പ്ലസ് ഇനി ഇത് 5C3. അതിന്റെ 5C3 ആണ് 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു കുറച്ചാൽ മതി. 5C2 തന്നെയാണ് 5C3. NCAയും NCBയും ഈക്വൽ ആവണം. എയും ബിയും കൂട്ടിയ n ആണെങ്കിൽ ഇവിടുത്തെ പവർ 2, ഇവിടുത്തെ സഫിക്സ് 2 3 ആണ്, കൂട്ടിയ 5 ആണ്. അപ്പൊ 5C2 5C3 ഒക്കെ തന്നെ വാല്യൂ. എത്ര തന്നെ വാല്യൂ കിട്ടിയാണ്? 20/2 10 അല്ലെ. അപ്പൊ ഇത് 10 ആണ്. ഇത് y² ഇൻറ്റു 3-ന്റെ ക്യൂബ് 27 അല്ലെ. 2-ന്റെ ക്യൂബ് 3-ന്റെ ക്യൂബ് ആണ്. പിന്നെ പ്ലസ് 5C4 ഇതിനേക്കാൾ ഒന്ന് ഇവിടെ കുറവാണ്. ഇതന്നെ ആൻസർ. y⁻1 പറഞ്ഞാൽ y തന്നെയാണ്. 3⁻4 3 3 പ്രാവശ്യം വിളിച്ചാൽ 3 81 വരാം. പിന്നെ 5C5 1 വരാം കേട്ടോ, NCn. പിന്നെ 3⁻5 3⁻4 81 3 കൊണ്ട് വിളിക്കാം. 243 വരും ഇത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് 2x+1 ⁻4 by using binomial theorem. ഈക്വൽ ടു ⁻4 ആണ്. 5 ടേംസ് ഉണ്ടാവും അല്ലെ. ആദ്യത്തെ ടേമിന്റെ കോമ്പിനേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? 4 അല്ല ഇവിടെ. സോ 4C0 പിന്നെ 4C1 4C2 അങ്ങനെ കോമ്പിനേഷൻസ് നമുക്കാണെങ്കിൽ ആദ്യം കൊടുക്കാം. ഇല്ല, ഇവിടെ സ്റ്റാർട്ടിങ് മുതൽ എല്ലാം എഴുതി പോവാണെങ്കിൽ 4C0 എന്ന് എഴുതാം. എന്നിട്ട് ഇതിന്റെ ഫുള്ള് പവർ ഫസ്റ്റ് ടേം ആരാ? 2x അല്ലേ.
അതിന് ഫുള്ള് പവർ കൊടുക്കുക. എത്ര ഫുള്ള് പവർ? 4. അവിടെ ഇത് എഴുതേണ്ട ആവശ്യമില്ല, 1/1. പിന്നെ 4c0 കഴിഞ്ഞാൽ 4c1. പിന്നെ 2x പവർ ഒന്നാണ് കുറയും, 4 എന്നുള്ളത് 3 ആവും. ഉടനെ ഇവന്റെ പവർ വരും 1/1 അല്ലെ. പ്ലസ് അടുത്തത് 4c2 ആണ്. 4c1 ആണ് 4c2. 2x പവർ ഒന്നുകൂടെ കുറയാണ്, 3 എന്നുള്ളത് 2 ആയി. അവിടെ 1/1 എന്താ ഇപ്പൊ 1/2 ആയി മാറി. 1ന്റെ പവർ കൂടാണ്. അടുത്ത 4c3. 2x പവർ ഒന്നുകൂടെ കുറഞ്ഞു, പവർ 1 ആയി. അപ്പൊ ഇവിടെ 1/3 വരും അല്ലെ. ലാസ്റ്റ് 4c4. 2x അവിടെ പോയി, ബാക്കി 1/4 അല്ലെ ഈക്വൽ 4c0 എത്ര? 1. 2x4 എന്ന് പറഞ്ഞാൽ 2നും പവർ കൊടുക്കണം, x രണ്ടാക്കും പവർ കൊടുക്കണം. അപ്പൊ 2/4 x/4. 2നും പവർ കൊടുക്കണം, x-നും പവർ കൊടുക്കണം. 2/4 x/4. 4c1 എന്ന് പറഞ്ഞാൽ 4 ഉണ്ട് അല്ലെ. 2x/3 പറഞ്ഞാൽ 2നും x-നും പവർ 3 കൊടുക്കുക. 2³ x³. 1/1 1. 4c2. 4c2 പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻടു 4 ഉം 2 കുറച്ചാൽ 2 ഫാക്ടോറിയൽ. ഇത് 4 വെട്ടിപ്പോയി, 1 ഉം 2 ഇവിടെ വെട്ടിപ്പോയി, ബാക്കി 3 4. 3 4 എന്നാല് 12 അല്ലെ. 12ന്റെ പകുതി 6 വരും അല്ലെ. അപ്പോ 6 വരും. 4c0 4c1 4c2 ഇതിന്റെ 6 ഇൻടു 2നും x-നും പവർ കൊടുക്കണം. 2നും കൊടുക്കണം പവർ, x-നും കൊടുക്കണം. എത്ര പവർ? 2 കൊടുക്കണം അല്ലെ. 2 1/2 പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1 അല്ലേ. അടുത്ത് 4c3. 4c3 ഇതിനേക്കാൾ ഒന്ന് പവർ കുറവാണ് അല്ലെ. സോ ആൻസർ nc(n-1) = n ആണ്. അപ്പൊ ഇത് 4 തന്നെയാണ്. 2x1 പറഞ്ഞാൽ 2നും x-നും പവർ 1 കൊടുക്കാം. 2നും x-നും പവർ 1 കൊടുക്കാം. അങ്ങനെ പ്ലസ് ലാസ്റ്റ് 4c4 1 അല്ലേ. പിന്നെ 1/4 1. അപ്പൊ 1 × 1 അല്ലെ. ഇത് 1 ആണ്, ഇതും 1. അപ്പൊ 1 × 1 ഈക്വൽ ടു 2/4 2 × 2 × 2 × 2 16 ആയിരുന്നു കേട്ടോ. പിന്നെ x/4 ഇത് 8 ആവും. 2³ 8 × 4 32 x³ ഇത് 4 ഇത് 6 4 × 6 24 x². 4 ഇത് 2 4 × 2 പറഞ്ഞാൽ 8 പിന്നെ x ലാസ്റ്റ് ഒരു പ്ലസ് കണ്ടാ. x/4 x/3 x-ന്റെ പവർ ഇങ്ങനെ കുറേ റേസ്റ്റ് കൊണ്ട് കണ്ടാ. അതാണ് ലാസ്റ്റ്. Next question. Expand x/2 plus y/3 the whole cube using binomial. Equal. Power 3 ആണ്. അപ്പൊ എക്സ്പാൻഷനിൽ 4 ടേംസ് ഉണ്ടാവും അല്ലെ. 3c0 സ്റ്റാർട്ട് ചെയ്യാം. 3c0 ഫുള്ള് പവർ ഇതിന് കൊടുക്കുക. ആർക്കാ? x/2 ഫുള്ള് പവർ. പവർ ഫുൾ അറിയുമ്പോ 3 പിന്നെ 3c0 3c1 വരും അല്ലെ. ഇവന്റെ പവർ ഒന്ന് കുറക്കുക. x/2 പവർ ക്യൂബ് എന്നുള്ള 2 ആണ്. അവിടെ ഇതിന്റെ പവർ ഒന്ന് കുറയുന്നതോട് കൂടി ഇവൻ എൻട്രി y/3 എൻട്രി ആണ്. ഇനി ഇൻറ്റു y/3 അവൻ ഒരു പ്രാവശ്യം വന്നു. ഓക്കെ. 3c0 3c1 അടുത്ത 3c2 ആണ്. ഇവന്റെ പവർ ഒന്നുകൂടെ കുറക്കാം. x/2 പവർ 3 ആയിരുന്നു, 2 ആയി, ഇനി പവർ 1 ആയി. അപ്പൊ എന്ത് സംഭവിക്കും? y/3 പവർ ഒന്ന് കൂടും. പവർ 1 ആണ് ഇവിടെ പവർ 2. ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ ഇവിടെയുള്ള പവർ ആഡ് ചെയ്തപ്പോഴും ഈ നമ്പർ കിട്ടും അല്ലെ. അപ്പൊ അത് കഴിഞ്ഞു. ലാസ്റ്റ് 3c3 x/2 പോയി, അവിടെ വേണ്ട. പിന്നെ y/3 ആണ് റേസ് ടു ഫുൾ പവർ. ഓക്കെ. ഈക്വൽസ് 3c0 1. ഈ പവർ രണ്ടാ കൊടുക്കാം. x-നും 2ക്കും. x-നും പവർ 3 2നും പവർ 3. 2 താഴെയാണ്, അതുകൊണ്ട് അങ്ങനെ. 3c1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ് അല്ലെ. പിന്നെ x/2 സ്ക്വയർ x/2 സ്ക്വയർ x-നും സ്ക്വയർ 2ക്കും സ്ക്വയർ രണ്ടാക്കും സ്ക്വയർ ഉണ്ട്. y/3 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ y/3 അല്ലെ. ഓക്കെ. 3c2 ഇതിനേക്കാൾ 1 ഇത് കുറവാണ് എങ്കിൽ ഇതാണ് ആൻസർ അല്ലെ. nc(n-1) n അല്ലെ. 3c2 3 ആണ്. പിന്നെ x/2 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ x/2 തന്നെയാണ്. y/3 സ്ക്വയർ y-ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറും y-ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറും പ്ലസ് 3c3 1 ആണ്. y-ക്കും 3ക്കും സെപ്പറേറ്റ് പവർ കൊടുക്കുക. y-ക്കും ക്യൂബ് കൊടുക്കണം, 3ക്കും ക്യൂബ് കൊടുക്കണം. ഓക്കെ. ഈക്വൽ 1 അവിടെ നോട്ടെ. 1 ഇൻറ്റു ഇത് അല്ലെ. 1 ഇൻറ്റു പറഞ്ഞാൽ ഇത് ചെയ്താൽ മതി. x³ ബൈ 2ന്റെ ക്യൂബ് 8. അടുത്ത ഈ 3 കട്ട് ചെയ്യാം.
ബാക്കി ഇവിടെ എക്സ് സ്ക്വയർ വൈ വരും മുകളിൽ, എക്സ് സ്ക്വയർ വൈ, താഴെ 4 വരും. ഇത് 9 ആണ്, 3 into 3 ആണ്. അതിൽ ഒരു 3യും ഇവിടുത്തെ ഒരു 3യും പോയി, ബാക്കി ഇനി ഇവിടെ 3 ഉണ്ട് കേട്ടോ. ആ 3യും 2 മുച്ച 6 ആണ്, താഴെ 6 വരും. എക്സ് വൈ സ്ക്വയർ, ലാസ്റ്റ് വൈ ക്യൂബ് മുകളിൽ വരും, 3ന്റെ ക്യൂബ് 27 താഴെ വരും. ഇതാണ് ലാസ്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് a മൈനസ് ബി റൈസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ. a പ്ലസ് ബി റൈസ് ടു n പറഞ്ഞു, അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്തു അല്ലെ. a മൈനസ് ബി റൈസ് ടു എന്നും അതുപോലെ തന്നെയാണ്, അതിന്റെ സൈനുകൾക്ക് മാത്രമേ ചേഞ്ച് വരുള്ളൂ. ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസുകളും മൈനസുകളും ഇങ്ങനെ വരുന്നുണ്ട്. a മൈനസ് ബി സ്ക്വയറും a പ്ലസ് ബി ഹോൾ സ്ക്വയറും തമ്മിൽ എവിടെ മാറ്റുള്ളത്? മിഡിൽ ടേമിലെ അവിടെ +2 ab, മറ്റത് -2 ab. അതേമാതിരി a മൈനസ് ബി ഹോൾ ക്യൂബും a പ്ലസ് ബി ഹോൾ ക്യൂബും ടേംസ് ഒപ്പം തന്നെ ആൾട്ടർനേറ്റ് പ്ലസുകൾ മൈനസുകൾ വരുന്നുള്ളൂ, മൈനസ് ആവും. അപ്പോൾ ഓൾ റേസ് ടു 4 ഓൾ റേസ് ടു 5 മൈനസ് ആണ് എങ്കിൽ, a മൈനസ് ബി റേസ് ടു n ആണെങ്കിൽ കോമ്പിനേഷൻസും ടേംസ് ഒക്കെ പഴയ തന്നെയാണ്. എൻ സി 0 വരും, ഇതിന് ഫുള്ള് പവർ അവിടെ ബി ഇല്ല. അടുത്ത് എൻ സി 1, ഇവിടെ പവർ ഒന്ന് കുറയാം. ഇതാ ഇവ തമ്മിൽ കുറച്ചാൽ എത്രയാ അത് ഇവിടെ കൊടുക്കുക. ഇവിടെ 1 ആണെങ്കിൽ ബിയുടെ പവർ 1 ആണ് വരിക. ഈ നമ്പർ എത്രയാണോ അത് ബിയുടെ പവർ ആയിട്ട് വരും. ഇതും ഇതും തമ്മിൽ കുറച്ചാൽ എത്രയാണോ അത് ഇവിടെ വരും. ഇതും ഇതും തമ്മിൽ കുറച്ച് എത്ര? n-0, അതെന്നാണ് അതോടെ വരും. ബിയുടെ പവർ ഇവിടെ ഉള്ള ആൾ ബിയുടെ പവർ ആയിട്ട് വരും. അടുത്ത NC1 കഴിഞ്ഞ അടുത്ത് NC2 വരും, a റേസ് ടു n-2, പിന്നെ അവിടെ ബി സ്ക്വയർ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയൊക്കെ പ്ലസ് കൊടുക്കും, മൈനസ് ആണ് എങ്കിൽ ബി മൈനസ് ബി എന്നാണ് ഇല്ലേ, പ്ലസ് ബി എന്നുള്ള മൈനസ് ബി. അപ്പൊ ബിയുടെ പവർ 1ഉം 3ഉം 5ഉം ഓഡ് നമ്പേഴ്സ് ആയി വരുന്ന സമയത്തൊക്കെ നെഗറ്റീവ് വരും. ബിയുടെ പവർ പ്ലസ് ആവുന്ന സമയം ഇവിടെ ബിയുടെ പവർ എത്ര? 1 ആണ്. അപ്പൊ ഈ ടേം നെഗറ്റീവ് ആണ്. ഇവിടെ ബിയുടെ പവർ 0 ആണ് അല്ലെ, അപ്പൊ അത് പോസിറ്റീവ് ആയതുകൊണ്ട്, ഈവൻ ആയതുകൊണ്ട് പോസിറ്റീവ്. ഇത് പ്ലസ്, ഇത് മൈനസ്. അടുത്തത് പ്ലസ്, ബി സ്ക്വയർ അല്ലേ, ബിയുടെ പവർ 2 ആകുകയാണെങ്കിൽ അത് പ്ലസ് വരും. അടുത്ത ബിയുടെ പവർ 3 ആ വരിക, അപ്പൊ മൈനസ് ആണ്. അടുത്ത NC3 ആണ് വരിക, ഇവിടെ 3 ആയതുകൊണ്ട് ബി റേസ് ടു 3 ആണ് വരിക. ഈ n-3 എയുടെ പവർ, അപ്പൊ a റേസ് ടു n-3. അടുത്ത മൈനസ് ആണ്, പ്ലസ്, ആൾട്ടർനേറ്റ് വരിക. അങ്ങനെ വന്ന് ലാസ്റ്റ് ടേം ഏതാ? NCN-നെയാണ്. അത് a റേസ് ടു അതുപോലെ b റേസ് ടു ആണ് അല്ലെ, ബി ഫുൾ ആയിട്ട് വരും, b റേസ് ടു n, അവിടെ a റേസ് ടു 0 ആണ്. ഇത് അവസാനിക്കുന്നത് ചിലപ്പോ പ്ലസിലാവും, ചിലപ്പോ മൈനസിലാവും. ഈ രണ്ടെണ്ണത്തിലാണ് ഇത് അവസാനിച്ചാൽ, ഇവിടം വരെ അവസാനിച്ചാൽ മൈനസിൽ. അപ്പൊ 3 ആണെങ്കിലോ ഹോൾ സ്ക്വയർ ആണ് എങ്കിൽ പവർ 2 ആണെങ്കിൽ 3 ടേംസ് ഉണ്ടാവും, അപ്പൊ ഇവിടെ അവസാനിക്കും, അപ്പൊ പ്ലസിൽ അവസാനിക്കും. ഹോൾ റേസ് ടു 3 ആണെങ്കിലോ 3 വന്നാലോ 4 ഉണ്ടാവില്ല, 1 2 3 4, അപ്പൊ ഇവിടെ അവസാനിക്കും, അപ്പൊ മൈനസിൽ അവസാനിക്കും അല്ലെ. ഹോൾ റേസ് ടു 2 ആണെങ്കിൽ 3 അവസാനിക്കും, ഹോൾ റേസ് ടു 3 ആണെങ്കിൽ 4 അവസാനിക്കും. അപ്പൊ ചിലപ്പോ മൈനസിൽ അവസാനിക്കും, ചിലപ്പോ പ്ലസിൽ അവസാനിക്കും. അപ്പൊ എവിടെ അവസാനിക്കുക എന്നുള്ള ഇവിടെ പ്ലസ് ആ മൈനസ് നമുക്ക് അറിയില്ല, അതുകൊണ്ട് -1 റേസ് ടു n ഇത് ലാസ്റ്റ് കൊടുക്കുക. -1 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ -1 ആണ്, -1 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ +1, -1 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ -1 റേസ് ടു എത്ര കൊടുത്താലും ഒന്നുകിൽ ആൻസർ +1 ആവും അല്ലെങ്കിൽ -1 ആവും. അത് ഇതിന്റെ ഓഡിനും ഈവനും അനുസരിച്ച് പ്ലസും മൈനസും ആയി മാറും. ഇതാണ് a മൈനസ് ബി റേസ് ടു n ന്റെ എക്സ്പാൻഷൻ. നമ്മൾ a പ്ലസ് ബി റേസ് ടു n എഴുതി ഓർമ്മ നിങ്ങൾക്ക്. a വരും, b വരും, NC-കൾ വരും, സിഗ്മ ഇവിടെ എത്രയാണോ അതാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഇവ തമ്മിൽ കുറച്ചാൽ n-k അതോടെ വരും. കെയുടെ വാല്യൂ 0 കൊടുക്കുക, 1 2 3 അങ്ങനെ ഇവിടെ വരെ കൊടുക്കുക, n വരും. NC1 NC0 NC1 NC2 ഇവിടെ അങ്ങനെ മാറ്റാം. 0 കൊടുക്കുമ്പോ NC0, 1 കൊടുക്കുമ്പോ NC1 NC2 അങ്ങനെ പോയി ലാസ്റ്റ് NCN വരും. ഇതായിരുന്നു a പ്ലസ് ബി റൈസ് ടു n ന്റെ, പ്ലസ് ആയിരുന്നപ്പോൾ റൈസ് ടു n ന്റെ എക്സ്പാൻഷൻ. എന്നാൽ b റൈസ് ടു n ആണ്, അതിന്റെ എക്സ്പാൻഷൻ ഇതാണ്. എന്ന് പറഞ്ഞാൽ മൈനസുകളുടെ ചേഞ്ചിങ്. അതുകൊണ്ട് ഇവിടെ ഒരു -1 റേസ് ടു n കൂടെ വരും, ഇവിടെ -1 റേസ് ടു n കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ a മൈനസ് ബി ദ ഹോൾ റേസ് ടു n is equal to സിഗ്മ k from 0 to n -1 റേസ് ടു n NCk a റേസ് ടു n മൈനസ് k b റേസ് ടു k. ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, കുറച്ച് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് a മൈനസ് 7 ഹോൾ റേസ് ടു 4 by using binomial theorem.
പ്ലസും മൈനസും ഒരുപോലെ തന്നെ, ടേംസ് ഒക്കെ ഒരുപോലെ തന്നെ വരും. ആൾട്ടർനേറ്റ് പ്ലസ് മൈനസുകൾ വരും. ആദ്യം പ്ലസ് വരും ഫസ്റ്റ് ടേം, പിന്നെ മൈനസ് പ്ലസ്, അങ്ങനെ കേട്ടോ. കോമ്പിനേഷൻസ് എങ്ങനെയാ? 4C0, 4C1, 4C2, 4C3, 4C4 അല്ലെ. പ്ലസ് മൈനസ് മൊത്തം പ്ലസ് ആണ്. ഇത് ദൂരം മൈനസ് ആണെങ്കിൽ ആദ്യം പ്ലസ് പിന്നെ മൈനസ്. കാരണം ഇതാണ് ബിന്റെ പവർ, ഇവിടുത്തെ പവർ. ഇതിന്റെ പവർ ഓടാവുന്ന സമയത്തൊക്കെ നെഗറ്റീവ് വരും. ഇവിടെ വരും മൈനസ്, ഇത് പ്ലസ് വരും, ഇത് മൈനസ് വരും, ഇത് പ്ലസ് വരും. ഓക്കെ, ഫസ്റ്റ് പ്ലസ് ആണ്, ഇവിടെ മൈനസ്. പിന്നെ എന്റെ ഫുൾ പവർ ഇവിടെ കൊടുക്കുക. എത്ര ഫുൾ പവർ? അവിടെ 7ന്റെ പവർ ഇല്ല. പിന്നെ എന്റെ പവർ, പിന്നെ എയും 7 അങ്ങനെ വന്നു കൊടുക്കും. എയും വരും 7ഉം വരും. എ വരും 7 വരും അല്ലെ. എ വരും 7ഉം വരും. എ ഇവിടെ തീരാണ്, പിന്നെ അവിടെ 7 മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ടേമിൽ ഈ 7 മാത്രം, ഫസ്റ്റ് ടേമിൽ എ മാത്രം. എയുടെ പവർ 4 ആണ്, അടുത്ത പവർ 3 ആവും. അപ്പൊ 7ന്റെ പവർ 1. എന്റെ പവർ ഒന്നുകൂടെ കുറഞ്ഞു, അപ്പൊ 7ന്റെ പവർ കൂടി. എന്റെ പവർ 1 കുറഞ്ഞു വന്നു, അപ്പൊ 7ന്റെ പവർ കൂടി. എന്റെ പവർ പറ്റുന്ന പോയി, ലാസ്റ്റ് 7 ഫുൾ പവർ അല്ലെ. 4C0 ആണ് 1, A⁴ അതുപോലെ മൈനസ് 4C1 ആണല്ലോ, അത് 4 അല്ലെ. ഇത് എ ക്യൂബ് ആണ് ഇൻറ്റു 7, 7⁻1 7. 4C2 പറഞ്ഞാല് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. 2 into 1 to 1 to വെട്ടിക്കഴിഞ്ഞാൽ 3 into 4 12ന്റെ പകുതി 6. പിന്നെ എ സ്ക്വയർ 7ന്റെ സ്ക്വയർ 49. 4C3 ഇതിനേക്കാൾ ഒന്ന് കുറവാണ്, അപ്പൊ 4C3 ആണെങ്കിൽ 4 തന്നെ ആൻസർ അല്ലേ. എ മാത്രം ഇവിടെ 7ന്റെ ക്യൂബ്. എ അതുപോലെ ഒരു 7ന്റെ ക്യൂബ് 343, 342. അപ്പൊ 7ന്റെ ക്യൂബ് ഇവിടെ എത്തി. ഇനി പ്ലസ് ആണ്. 4C4 എന്ന് പറഞ്ഞാൽ 1, 7⁻4, 7 into 7 into 7 7 അല്ലെ. 4 7 ഗുണിക്കും, എന്നാൽ 2 7 ഗുണിച്ചാൽ 14 ആണ്. അപ്പൊ 49 into 49 ആണ് 240, 2401. ഓക്കെ, ഇതിന്റെ ഫിനിഷ് ചെയ്യാം. A⁴ into 1 A⁴. 4 7 ഗുണിച്ചാൽ 28 ആണ്, മൈനസ് ആണ്, മൈനസ് 28 A ക്യൂബ്. 6 into 49, 6 49 ഗുണിക്കാം. ഇത് 50 ആണെങ്കിൽ 6 50, 6 into 50 300 അല്ലെ. അപ്പൊ ഒരു 6 കുറച്ചാൽ 300 6 കുറച്ചാൽ മതി. 300 6 കുറച്ചാല് 294 പ്ലസ് ആണ് അല്ലേ. എ സ്ക്വയർ. പിന്നെതാ 343 into 4 ആണ്, മൈനസ് ഉണ്ട്, ഒരു എ ഉണ്ട്, 8. 4 3 12, 4 4 16 1 17, 4 3 12 1 13, 13 72 എ. പിന്നെ 2401. അതാണ് ലാസ്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് y by 3 minus 4 the whole cube by using binomial theorem. പവർ 3 ആണ്, 3C0. ഇതിന് ഫുള്ള് പവർ ആർക്കാ? y by 3 ക്ക് ഫുള്ള് പവർ അല്ലെ. പിന്നെ 3C1, y by 3 യുടെ പവർ കുറയുന്നു, പവർ 3 എന്നുള്ള 2 ആയി. അവിടെ ആര് വരും? 4 ന്റെ ഉണ്ട്, 4⁻1 അല്ലെ. ഇത് പ്ലസ് ആണ്, അതുകൊണ്ട് ഇത് മൈനസ്. ഇനി അടുത്ത പ്ലസ് ആണ്, 3 ആണ്. 3C0, 3C1, അടുത്ത 3C2. y by 3 യുടെ പവർ ഒന്നുകൂടെ കുറഞ്ഞു, 3 ആയി, പിന്നെ 2 ആയി, പവർ 1. അവിടെ 4ന്റെ പവർ ഒന്ന് കൂടി, സ്ക്വയർ ആയി. ലാസ്റ്റ് മൈനസ് 3C3. y by 3 ഫുള്ള് പോയി, ലാസ്റ്റ് 4ന് ഫുൾ പവർ 4 ക്യൂബ് ഈക്വൽ 3C0 1. വൈക്കും 3ക്കും ക്യൂബ് എടുക്കുക, വൈക്കും ക്യൂബ് 3ക്കും ക്യൂബ് എടുക്കുക. പിന്നെ മൈനസ് 3C1 എന്ന് പറഞ്ഞാല് 3, വൈക്കും 3ക്കും സ്ക്വയർ, വൈക്കും സ്ക്വയർ 3ക്കും സ്ക്വയർ ഇൻറ്റു 4⁻1 പറഞ്ഞാൽ 4. പിന്നെ പ്ലസ് ആണ് 3C2, ഇതിനേക്കാൾ ഒന്ന് കുറവാണ്, അത് 3 തന്നെയാണ്. വൈക്കും 3ക്കും പവർ 1, പവർ 1 പറഞ്ഞാൽ എന്താ? y തന്നെയല്ലേ. 3ന്റെ പവർ 1 പറഞ്ഞാൽ 3 തന്നെയാണ്. പിന്നെ ഇൻറ്റു 4 സ്ക്വയർ 60. ഇത് മൈനസ് ആയി, മൈനസ് ഇത് 1 ആണ് അല്ലേ. 1 into 4 ക്യൂബ്, 4 into 4 into 4 64 ഈക്വൽ 1 വേണ്ട, y ക്യൂബ് 3ന്റെ ക്യൂബ് 27. ഓക്കെ, ഇത് 3 സ്ക്വയർ ആണ്. ഇവിടുത്തെ ഒരു 3യും ഇവിടുത്തെ 3യും പോയി, അപ്പൊ ഇത് പോയി, പിന്നെ ഇവിടെ 3 ഉണ്ട്.
വൈ സ്ക്വയറും 4 മുകളിലുണ്ട്, മൈനസ് ആണ്. 4ഉം വൈ സ്ക്വയറും മുകളിലുണ്ട്, 3 താഴെ. ഇവിടെ വരെ കഴിഞ്ഞു, 3 ഭാഗം കഴിഞ്ഞു. ഓക്കെ, ഇത് രണ്ടും പോയി. ഇവിടെ 3 ഉണ്ട്, 4 വൈ സ്ക്വയർ മുകളിൽ, ഇവിടെ പ്ലസ് ആണ്. ഇവിടെ നിന്ന് ടേം ആകും. ഇത് രണ്ടും വെട്ടി, ബാക്കി 16 വൈ ഉണ്ടാവും, 16 വൈ ഉണ്ടാവും. ലാസ്റ്റ് മൈനസ് ഒരു 64 വരും. ഓക്കെ, ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 104 raised to 3 by using binomial theorem. 104 raised to 3 ഇവിടെ വാല്യൂ കാണും ബൈനോമിയൽ ഉപയോഗിച്ചു. ബൈനോമിയൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, 104 raised to 3 104 into 104 into 104 ഗുണിച്ച് നോക്കി ആൻസർ ആവും. പക്ഷെ അങ്ങനെയല്ല, ഡയറക്റ്റ് അല്ല, ഇതിനെ ബൈനോമിയൽ പ്രകാരം ചെയ്യാം. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ, a plus b raised to n അല്ലെങ്കിൽ a minus b raised to n അല്ലെ, ആ ഫോം നമുക്ക് മാറ്റാം. 104 നമുക്ക് വേണമെങ്കിൽ 103 പ്ലസ് 1 എഴുതാം, 102 പ്ലസ് 2, 101 പ്ലസ് ആണെങ്കിൽ 3, 100 പ്ലസ് 4 ഇതാ, അല്ലെങ്കിൽ 90 പ്ലസ് 14 അല്ലെ, 110 മൈനസ് 6 അങ്ങനെയൊക്കെ ഇതാ, 200 മൈനസ് 90 അതൊക്കെ 104 ഇതാ. അപ്പൊ നമ്മളിവിടെ എഴുതുന്നത് എ പ്ലസ് ബി റൈസ് ടു എൻ അല്ലെങ്കിൽ എ മൈനസ് ബി റൈസ് ടു എൻ എന്നുള്ള ഫോമില. ഈ 3 അവിടെ വേണം. 104 103 പ്ലസ് 1 ഇതാ, 105 മൈനസ് 1 ഒക്കെ ഇതാ. 100ലേക്ക് 100ന്റെ സ്ക്വയറും 100ന്റെ ക്യൂബൊക്കെ കാണാൻ നമുക്ക് എളുപ്പമാണ്, 100ന്റെ അല്ലെ. അപ്പൊ 100മായിട്ട് ഇതിനെ ബന്ധിപ്പിച്ച് ചെയ്ത, ഇതിന് 100 മൈനസ് 4, 100ക്ക് എത്ര വന്നാലും 104 പ്ലസ് മൈനസാ, 100ക്ക് എത്ര അറിയണം 4 അല്ലെ. സോ 100 പ്ലസ് 4, 100 പ്ലസ് 4 ഇതിനെ 102 പ്ലസ് 2 ചെയ്തോ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തോ, അടുത്ത് നമ്മൾ ചെയ്യുമ്പോ 100 റൈസ് ടു 3 വരും, 100ന്റെ ക്യൂബ്, 100 റൈസ് ടു 2 ഒക്കെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാം. എന്നാൽ ഇവിടെ 102 പ്ലസ് 2 ആണെങ്കിൽ 102ന്റെ ക്യൂബ് ആണെങ്കിൽ ഗുണിച്ച് നോക്കണം. ഇത് ഗുണിക്കാത്തന്നെ 100നാവും കൂട്ടും, അതുകൊണ്ടാണ് 100മായിട്ട് ബന്ധിപ്പിച്ചിട്ടാ. അപ്പൊ എങ്ങനെ ഈക്വൽ ടു, ഇതിപ്പോ എ പ്ലസ് ബി റൈസ് ടു എന്നുള്ള ഫോമുലല്ലേ അല്ലേ, പവർ 3 ആണ്. 3 ആണ് പവർ. എങ്ങനെ എന്ത് ചെയ്യാ, കോമ്പിനേഷൻസ് മാത്രം പറയാം. ഇതിന്റെ വാല്യൂ ഒട്ടൊക്കെയാണ് 3c0 വരും, പിന്നെ 3c1 വരും, 3c2 വരും, ലാസ്റ്റ് 3c3 വരും അല്ലെ. പ്ലസ് ആയതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, അവിടെയൊക്കെ പ്ലസ് ആണ്. 100 ആദ്യത്തെ ആള്, 4 രണ്ടാമത്തെ ആൾ. അപ്പൊ ഫുള്ള് പവർ ഇതിലാണ് 100 ഫുള്ള് പവർ. 100 ആണ് ഫുൾ പവർ, എത്രയാ 3 കൊടുക്കുക. പിന്നെ 100ന്റെ പവർ കുറക്കുക, 100ന്റെ പവർ 3 എന്നുള്ള കുറച്ച് 2 വെക്കാം. പക്ഷെ അവിടെ ആര് വരും, അപ്പോ 4 വരും. പിന്നെ 100 പവർ ഒന്നുകൂടി കുറക്കാം, 100 റേസ് ടു 3 ആയിരുന്നു, റേസ് ടു 2 ഇപ്പൊ 100 റേസ് ടു 1 ആയി. അവിടെ 4ന്റെ പവർ ഒന്ന് കൂട്ടുക, 4 റേസ് ടു 1 ആയിരുന്നു, 4 റേസ് ടു 2. അടുത്ത 100 തീരെ ഇല്ലാതെ മാറും, ലാസ്റ്റ് അവിടെ ഫുൾ പവർ 4 4 റേസ് ടു 3 വരും അല്ലെ. ഈക്വൽ 3c0 എന്താ 1. 100ന്റെ ക്യൂബ്, ഇവിടെയാണ് നമ്മൾ 100 പ്ലസ് ചെയ്തുകൊണ്ടുള്ള ഗുണം വരുന്നത്. 100 ഘാതം 3, 100 into 100 into 100 എത്ര, 100 into 100 into 100. അതിന്റെ 1ഉം 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 മുറിച്ച 1 ആണ്. പിന്നെ 20, പിന്നെ 20, പിന്നെ 60 ഉണ്ടാവും. 3 4 5 6 100 into 100 into 100 ഇതായില്ല. ഇപ്പൊ നമ്മൾ 102 പ്ലസ് 2 ഹോൾ ക്യൂബ് ആണ് എഴുതിക്കണോ. അപ്പൊ ഇതൊക്കെ 102കളാവും, ഈ 100കളൊക്കെ. ഈ 4കളൊക്കെ എന്താവും, 2 കൂടെ. അപ്പൊ 102 ക്യൂബാ കാണാം. 102ന്റെ ക്യൂബ് 102 into 102 into 102 ഗുണിച്ച് നോക്കണം. ഇത് നമുക്ക് ഗുണിക്കാതിന് എളുപ്പം കിട്ടും. 100 into 100 into 100, 100ലെ 1, 100ലെ 100 100 100 അല്ലെ. 1ഉം 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 മുറിച്ച 1. പിന്നെ 2 4 6 പൂജ്യങ്ങൾ അല്ലെ, 1 2 3 4 5 6. ഇതാണ് ആൻസർ. പിന്നെ 3c1 അത് 3 ആണ്. 100ന്റെ സ്കോറോ 100 into 100, 100 1 ആ 1 മുറിച്ച 1, 2 0 2 0 അപ്പൊ 4 0 അത്രേ ഉള്ളൂ. ഇൻറ്റു 4. ഇതൊക്കെ 102 103 ഒക്കെ ആണെങ്കിൽ ഒരുപാട് റിസ്ക് വന്നേ. ഓക്കെ, 3c2 3 ഫാക്ടോറിയൽ, ഇതിനേക്കാൾ ഒന്നും കുറവല്ലേ ഇത്. അപ്പൊ ആൻസർ 3 ആണ്. 100 റൈസ് ടു 1 പറഞ്ഞാൽ 100 ആണ്. 4ന്റെ സ്കോർ 16, 3c3 1 ആണ്, അത് 1 അല്ലേ. പിന്നെ 4ന്റെ ക്യൂബ് 64. ഓക്കെ, 1 into ഈ നമ്പർ തന്നെ 1 ഇടാ, 6 0 1 2 3 4 5 6. ഓക്കെ, പ്ലസ് 4 3 മുറിച്ച 12, 12 1 മുറിച്ച 12 തന്നെ. അപ്പൊ ഈ എത്ര 0, 4 0 കൊടുക്കുക, 1 2 3 4 അല്ലെ. 16 3 മുറിച്ച 48, 48 1 മുറിച്ചാൽ 48. അപ്പൊ 48 ഇടാം, 2 0 കൊടുക്കുക, ലാസ്റ്റ് 64. ഇനി ഇത് മൊത്തം കൂട്ടിയാൽ മതി. ഇത് മൊത്തം കൂട്ടുമ്പോ ലാസ്റ്റത്തെ ടേം താഴേക്ക് വരുമ്പോ ഈ നമ്പറിനൊപ്പം ഇതാണ് വരിക, അതിന്റെ ഒപ്പം ഇതാണ് വരിക, ഇതാണ് അല്ലേ.
അല്ലേ? അപ്പൊ 4ഉം 0യും 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 കൂട്ടിയാൽ അത് 4 വരും. പിന്നെ 6 രണ്ടാമത്തെ ടെൻസ് കേട്ടോ, ടെൻസ് എടുക്കുക. ഈ 6ഉം 0 6 തന്നെയാണ്, 0 6 തന്നെയാണ്, ഇത് കൊടുക്കുക അപ്പൊ 6 തന്നെയാണ്. പിന്നെ ഇവിടെ ഇല്ല 8 ഉണ്ട്, 0 8 തന്നെയാണ്, 0 8 തന്നെയാണ്. അപ്പൊ ഇത് 4 0 4 0 4 തന്നെയാണ്. ഇത് കഴിഞ്ഞു, ഇതെടുത്തു, ഇതെടുത്തു. ഇനി ഇവിടെ 2ഉം 0 2 1ഉം 0 1. പിന്നെ ഇവിടെ കഴിഞ്ഞു ഈ 1. ഇതാണ് ആൻസർ. ഓക്കെ, 1 1 2 4 8 6 4. ഇതാണ് 104 ഹോൾ ക്യൂബിന്റെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, find the value of 99 raised to 4 using binomial. ഇതിന്റെ വാല്യൂ കാണും ബൈനോമിയൽ പ്രകാരം. 99നെ അടുത്തുള്ള പൂജ്യങ്ങൾ വരുന്നതുമായി ബന്ധിപ്പിക്കാം. 90 പ്ലസ് 9 എഴുതി ബുദ്ധിമുട്ടാക്കണ്ട, 100 മൈനസ് 1 ആക്കിക്കൂടെ. സോ ഇതാണ് 99 റൈസ് ടു 4 കൊടുക്കുക. കോമ്പിനേഷൻസ് 4C0 4C1 4C2 4C3 4C4 അല്ലെ? മൈനസ് ആണ്, അപ്പൊ ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്. ആദ്യം 100ന് ഫുൾ പവർ 4, പിന്നെ 100ഉം 1ഉം വന്നുകൊണ്ടിരിക്കും അല്ലെ? 100ഉം വരും 1ഉം വരും, 100ഉം വരും 1ഉം വരും, 100ഉം വരും 1ഉം വരും. 100 കഴിഞ്ഞ പിന്നെ 1 വരും ഫുൾ. അവസാനം 1ന് ഫുൾ പവർ. ഇവിടെ 100 പവർ 4 ആണ്, അത് 3 ആകും. ഇവിടെ 1ന് പവർ 1 ആണ്. 100 പവർ കുറഞ്ഞ് 2 ആകും, അപ്പോടെ സ്ക്വയർ. പവർ 1 ആകും, അപ്പോടെ ക്യൂബ്. പവർ പോയി ലാസ്റ്റ് 4 വരും. ഈക്വൽ ടു 4C0 1 ആണ്. 100 raised to 4 100 into 100 into 100 into 100. അതിന്റെ 1ഉം 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 മുറിച്ച 1 ആണ്. പിന്നെ 2 4 6 8 0 ഉണ്ട് അല്ലെ? 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഓക്കെ, 95 പ്ലസ് 4 എഴുതിക്കണെങ്കിലോ ഇത് നടക്കില്ല. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ 4C1 ആണ്, മൈനസ് ഉണ്ട്, 4C1 4 ആണ്. 100ന്റെ ക്യൂബ് 100 into 100 into 100 1 into 1 into 1 1 2 0 2 0 2 0 വരും 6 0 അല്ലെ? അപ്പൊ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. 4C2 നേരത്തെ പറഞ്ഞു, 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 1 2 1 2 പോയാൽ ബാക്കി 3 4 12ന്റെ പകുതി 6. 100 സ്ക്വയർ 100 into 100 4 0 വരും. 4C3 മൈനസ് ആണ്, 4C3 എന്ന മൈനസിൽ 4 വരും. 100 raised to 1 എന്ന 100 തന്നെയാണ്. പിന്നെ 4C4 ഇവിടെ പ്ലസ് ആണ്. 4C4 1 1 raised to 1 ലാസ്റ്റ് 1 ഈക്വൽ ടു 1 ദിസ് നമ്പർ ചെയ്യാൻ പറഞ്ഞത്. 1ന് 8 പൂജ്യം. 4 into 1 പറഞ്ഞാല് മൈനസിൽ 4 തന്നെയാണ്. പിന്നെ എത്ര 0 6 0. 6 into 1 ആണ് 6 തന്നെ, പ്ലസ് 6ഉം 4 zeros അല്ലെ? 4 into 100 മൈനസ് 400 പ്ലസ് 4 ഈക്വൽ. ഇനി ഇത് ചെയ്യല് പ്ലസ് ആയതൊക്കെ കൂട്ടിയാൽ മതി, മൈനസ് ആയതുകൊണ്ട് തമ്മിൽ കുറക്കണം. ആ വാല്യൂവിൽ ഇത് കൂട്ടണം. അതിന് പിന്നെ ഇത് കുറച്ചിട്ട് കൂട്ടും, അല്ലെങ്കിൽ പിന്നെ പോസിറ്റീവുകൾ മാത്രം കൂട്ടിയിട്ട് നെഗറ്റീവുകൾ മാത്രം കൂട്ടിച്ച്. ഓക്കെ, ഏതായാലും ഇതിന്റെ വാല്യൂ കാണും. ഇതാണ് ലാസ്റ്റ് ആൻസർ. ചെയ്ത് നോക്കിയാൽ കിട്ടും. ക്വസ്റ്റ്യൻ, യൂസിംഗ് ബൈനോമിയൽ തിയറം ഇൻഡിക്കേറ്റ്സ് വിച്ച് നമ്പർ ഈസ് ലാർജർ, 1.1 raised to 10,000 or 1,000. ബൈനോമിയൽ ഉപയോഗിച്ചിട്ട് ഇതിന്റെ വാല്യൂ ആണോ ഇതാണോ വലുത് എന്ന് കാണും. ഇത് 1000 ആണ് നമുക്കറിയാം, പക്ഷെ ഇത് എത്രയാണ് നമുക്കറിയില്ല. ഇതിന്റെ വാല്യൂ ഏകദേശം കിട്ടുക നമുക്ക് അതിനേക്കാൾ വലുതായി ചെറുതാ അറിയില്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ ബൈനോമിയൽ വെച്ചിട്ട് ചെയ്യാം. 1.1 raised to 10,000 വാല്യൂ കാണും ബൈനോമിയൽ വെച്ചിട്ട്. 1.1 ആയതുകൊണ്ട് നമുക്ക് ആ 0.1നെ ഇങ്ങനെ 1 പ്ലസ് 0.1 raised to 10,000 equal to 1 plus അതുപോലെ to 0.1 can be written as 1/10. ഓക്കെ, ഈക്വൽ ടു പവർ 10,000 ആണ്. അതിന്റെ കോമ്പിനേഷൻസ് മാത്രം 10,000 C0 10,000 C1 10,000 C2 എക്സെട്രാ പോയിട്ട് 10,000 C 10,000 അവിടെ വരും അല്ലേ?
10,001 ടേംസ് ഉണ്ടാവും. 10,000 അല്ലേ? അപ്പോ 10,000 C0, 10,000 C1, 10,000 C2 പോയി ലാസ്റ്റ് 10,000 C10,000 വരെ പോലെ. ഇനി 1ന്റെ ഫുൾ പവർ ഇവിടെ പ്ലസ് ആണത്, പ്ലസ് ആണ്, ഒക്കെ പ്ലസ് ആണ്. 1ന്റെ ഫുള്ള് പവർ ഫസ്റ്റില് 1/10,000. ഓക്കെ. പിന്നെ 1ന്റെ പവർ കുറയാം. 10,000 എന്ന് പറഞ്ഞാൽ 9,999. അവിടെ ഇതിന്റെ പവർ കുറഞ്ഞോടുകൂടി ഇത് എൻട്രി ചെയ്യും. 1/10 അവിടെ വരും. പിന്നെ വീണ്ടും ഇതിന്റെ പവർ കുറക്കാം. 1/9,998. അവിടെ 1/10ന്റെ പവർ കൂടി 2 അങ്ങനെ വന്ന് ലാസ്റ്റ് ഇതാണ് ഇവൻ ഉണ്ടാവില്ല. ലാസ്റ്റ് 1/10 ഫുൾ പവർ എത്ര? 10,000. ഓക്കെ. ഈക്വൽ ടു എത്ര C0 വന്നാലും ആൻസർ 1 ആണ്. 1 എത്ര വന്നാലും 1 ആണ്. അപ്പൊ അത് 1 × 1 കേട്ടോ. എത്ര C1 NC1 ആണെങ്കിൽ നമുക്കറിയാം. അപ്പൊ 10,000 C1 എന്നാൽ 10,000 ആണ്. ഓക്കെ. 1 എത്ര വന്നാലും 1 ആണ്. 1/10 എന്താ? അത് 1/10 അല്ലേ? ഇനി 10,000 C2 ഒക്കെ വാല്യൂ എങ്ങനെയാണ്? 10,000 C2 10,000 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ പിന്നെ തമ്മിൽ കുറച്ചാൽ 9,998 ഫാക്ടോറിയൽ. അതൊന്നും ചെയ്യാനല്ല റിസ്ക് ആണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എന്തായാലും പോസിറ്റീവ് ഒരു നമ്പർ അല്ലേ? പോസിറ്റീവ് ഒക്കെ പാടെ കൂട്ടി വരും. അപ്പൊ പോസിറ്റീവ് നമ്പർ ഇതാ. ഇവിടുന്ന് അങ്ങോട്ടുള്ളതിന് പോസിറ്റീവ് നമ്പർ. നമുക്ക് ഇതിന്റെ വാല്യൂ 1000ന്റെ വാല്യൂ ഇതിൽ ഏതാണ് വലുത് ചേർത്ത് നമുക്ക് നോക്കിയാൽ പോലെ. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ ചെയ്യാം. ബാക്കിയുള്ളത് ഒക്കെ പാടെ കൂട്ടി ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അത് അങ്ങനെ കേട്ടോ. പ്ലസിന് ശേഷം പോസിറ്റീവ് നമ്പർ എന്നിട്ട് നോക്കാം. ഓക്കെ. ഈ ടേംസിന് ശേഷം ബാക്കിയുള്ളതിന് പോസിറ്റീവ് നമ്പർ ഇട്ട് വെച്ചു. 1 × 1 1. 10,000 × 1 × 1/10 ഈ 0 വെട്ട. അപ്പൊ പിന്നെ ഇപ്പൊ 1000 ഉള്ളൂ. 1000 1 ഗുണിച്ച 1000 × 1 1000 തന്നെ. അപ്പൊ അത് 1000 അല്ലേ? പിന്നെ അവിടെ അങ്ങോട്ട് പോസിറ്റീവ് നമ്പർ അല്ലേ? പോസിറ്റീവ് നമ്പർ. 1000 ഒന്നും കൂട്ടി 1001 പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു പോസിറ്റീവ് നമ്പർ കൂടെ കൂടി അല്ലെ? 1001 കുറച്ച് കൂടി. 1000 ഇത് 1.1 റേസ്റ്റ് എത്ര ചെയ്യുന്നു? 10,000. ഇതിന്റെ വാല്യൂ എത്ര? എന്തായാലും പോസിറ്റീവ് ആണ്. 1001 പോസിറ്റീവ് നമ്പർ കൂട്ടി 1001ന്റെ വാല്യൂ വരും. 1.1 റേസ്റ്റ് ടു 10,000 ആണോ അതോ വെറും 1,000 ആണോ? ഇതിൽ ഏതാ വലുതെന്നല്ല ചോദിച്ചത്. ഇതിന്റെ വാല്യൂ 1001നേക്കാൾ വലുതാണ്. 1001ന്റെ അപ്പുറത്താണ് ഇതാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ 1001ന്റെ മേലാണെങ്കിൽ എന്തായാലും 1000ന്റെ മുകളിലല്ലേ? സോ ഇതല്ലേ 1000നേക്കാൾ വലുത്. സോ ദിസ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1,000. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് a plus b raised to 4 minus a minus b raised to 4. Hence evaluate √3 plus √2 raised to 4 minus √3 minus √2 raised to 4. ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ വാല്യൂ എഴുതും. ഓക്കെ. a plus b raised to 4 എന്നെ എക്സ്പാൻഡ് ചെയ്താൽ പവർ 4 ആണെങ്കിൽ 5 ടേം ഇതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവും. പിന്നെ മൈനസ് ഇതും 5. അപ്പൊ 5 പിന്നെ ഇവിടെ 5 10 ടേംസ് എഴുതണ്ടാവും അല്ലെ? ഇതിന്റെ ടേം തന്നെ 5 എഴുതാണ്ട് ബ്രാക്കറ്റ് എഴുതാം. പിന്നെ മൈനസ് ഇട്ട് ഇതിന്റെ ടേം 5 എഴുതാം. ഓക്കെ. നമ്മള് a plus b raised to 4 ആണ് ആദ്യം പറഞ്ഞത്. ഇതിന് മാത്രം പറഞ്ഞ 4C0 എക്ക് ഫുൾ പവർ, അവിടെ ബി ഇല്ല. പിന്നെ 4C1 അവിടെ എന്റെ പവർ ഒന്ന് കുറഞ്ഞു, ബി വന്നു. 4C2 എന്റെ പവർ ഒന്നുകൂടെ കുറഞ്ഞു, ബി ഒന്ന് ഉയർന്നു. 4C3 എന്റെ പവർ ഒന്നുകൂടെ കുറഞ്ഞു, ബി ഉയർന്നു. ലാസ്റ്റ് 4C4 ഫുൾ പവർ ബി. ഇത്രയുമാണ് ഇതിന്റെ മാത്രം. ഓക്കെ. ഇതേ എഴുതിയിട്ടുള്ളൂ. ഇനി മൈനസ്. ഇനി ഇതാ a minus b raised to 4 a plus b raised to 4 ടേംസ് ഒക്കെ ഒന്ന് തന്നെയാണ്. പ്ലസ് മൈനസ് തന്നെ വരിക. അപ്പൊ ആദ്യത്തെ പ്ലസ് ആവും. ഇത് തന്നെയാണ്, ഇതേ ടേംസ് തന്നെ ഇവിടെ വരിക. ആദ്യം പ്ലസ് പിന്നെ മൈനസ് പിന്നെ പ്ലസ്. അപ്പൊ 4C0 വരും a raised to 4 പിന്നെ മൈനസ് ആണ്. 4C1 a cube b പിന്നെ പ്ലസ് ആണ്. 4C2 a സ്ക്വയർ അല്ലെ? a സ്ക്വയർ b സ്ക്വയർ പിന്നെ മൈനസ് ആണ്. 4C3 a b cube ലാസ്റ്റ് പ്ലസ് ആണ്. 4C4 b raised to 4. ഇനി
ഇതേ ടേമുകൾ തന്നെയാണ്. ഇതാ മൈനസ്, പിന്നെ ഇതാണ്. ഇതിന് ശേഷം ഈ മൈനസിന് ശേഷമാണ് ദിസ് വൺ മൈനസ് ദിസ് വൺ. ഈ മൈനസ് അതിന് ശേഷമുള്ളവർക്കൊക്കെ ബാധകമാണ്. അപ്പൊ ഈ മൈനസ് ഇങ്ങോട്ട് എല്ലാവർക്കും ബാധകം. അപ്പൊ ഇത് ഇങ്ങോട്ട് കൊടുത്താൽ എന്താവും? ഇത് മൈനസ് ആവും. ഈ മൈനസ് ഇങ്ങോട്ട് ഇടുമ്പോ അപ്പൊ ഇത് പ്ലസ് ആവും. ഈ മൈനസ് ഇങ്ങോട്ട് ഇടുമ്പോ ഇത് മൈനസ് ആവും. ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. എന്ന് പറഞ്ഞാല് ഇവരുടെ ഒക്കെ ചിഹ്നം മാറും, സൈൻ മാറും. ഇതിനൊരു മാറ്റം ഉണ്ടാവും. ഇത് അതുപോലെ. അപ്പൊ ഇത് മൈനസ് 4c0a⁴ ആവും. ആ മൈനസ് 4c0a⁴ ഈ പ്ലസ് 4c0a⁴ കിട്ടും. ഇത് പിന്നെ മൈനസ് അല്ല, ഇത് പ്ലസ് ആയി. 4c1a³ ഇത് 4c1a³ ആണ്. രണ്ടും പ്ലസ് ആണ്. ഇത് മൈനസ് കിട്ടുമ്പോ പ്ലസ് അല്ലേ? ഈ മൈനസ് പ്ലസ് ആവും. അപ്പൊ രണ്ടും പോസിറ്റീവാ. അപ്പൊ ഇത് വെട്ടാൻ പറ്റും. ഇതും വെട്ടാൻ പറ്റും. കാരണം ഇത് പ്ലസ് അല്ല, അങ്ങോട്ട് വരുമ്പോ മൈനസ് ആവും. അപ്പൊ മൈനസ് 4c2a² b²ഉം ഇത് പ്ലസ് 4c2a² b² വെട്ടും. പിന്നെ ഇത് വെട്ടൂല, ഈ രണ്ടെണ്ണം വെട്ടും. ഓക്കെ. അപ്പൊ ഇനി വെട്ടാത്ത ഏതൊക്കെയുള്ളതോ? ഇത് 4c1a³ b, ഇത് 4c1a³ b ആണ്. ഇത് രണ്ടും പ്ലസ് ആണ്. 4c1a³ b പ്ലസ് 4c1a³ b. അപ്പൊ രണ്ടെണ്ണം വരും. 2 into 4c1, 2 4c1a³ b. അടുത്ത് 4c3ab³ പിന്നെ 4c3ab³. ഇത് ഇങ്ങോട്ട് വരുമ്പോ മൈനസ് 1 പ്ലസ് ആവും കേട്ടോ. അപ്പൊ 4c3a³ എത്ര ഉണ്ട്? 4c3ab³ എത്ര ഉണ്ട്? 2 എണ്ണം. അപ്പൊ into 2. ഓക്കെ, ഈക്വൽ ടു ഇത് 8. സോറി, 2 into 4c1 എന്താ 4, പിന്നെ a³ ഇത് 2 ഇട്ടു. 4c3 അത് 4 തന്നെയാണ്. ab³. ഇത് 8a³ 8a³ ഇത് 8ab³ പ്ലസ് 8ab³. 8ഉം എയും ബിയും ഉണ്ട് ഇവിടെ ഒക്കെ. ഇവിടെ എക്ക് ക്യൂബാണ്, ഇവിടെ ബിക്കാണ് ക്യൂബ്. ഓക്കെ. ഇനി ഇവിടെയും 8 ഉണ്ട്, അവിടെയും 8 ഉണ്ട് അല്ലെ? ഇതിന്റെ വാല്യൂ കാണും. അപ്പൊ രണ്ടൊന്നും 8 കോമൺ ഉണ്ട്. a into a into a 3 ഉണ്ട്, പക്ഷെ അവിടെ ഒരു a ഉണ്ട്. അപ്പൊ രണ്ടൊന്നും പാടെ 3 ചേർക്കാൻ പറ്റും. ഓരോ a എടുത്തൂടെ? അപ്പൊ ഒരു a അവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. ഇവിടെ b 1 ഉള്ളു, അവിടെ b 3 ഉണ്ട്. ഓരോ b കോമൺ ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടുന്ന് 8ഉം ഒരു എയും ഒരു ബി എടുത്തു, അവിടുന്ന് 8ഉം ഒരു എയും ഒരു ബി എടുത്തു. 8ഉം ഒരു ബിയും പിന്നെ ഒരു എ ആണ്. 8ഉം ഒരു ബി ഉള്ളു ഇവിടെ. ഇവിടുന്ന് ഒരു എ ഇവിടെ എടുത്താൽ എന്താ ഇവിടെ ബാക്കി? മറ്റേ 2 എകൾ വരും അല്ലെ? 8ഉം ഒരു എയും ഒരു ബി എടുത്താൽ ബാക്കി ഇവിടെ b² വരും, പ്ലസ് b². അപ്പൊ ഇതാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ തന്നെ ലാസ്റ്റ്. ഇനി ഇത് വെച്ചിട്ട് √3 പ്ലസ് √2 4⁴ √3 മൈനസ് √2 ഇതിന്റെ വാല്യൂ കാണാം അല്ലെ? ഇത് തന്നെയാണ് ഇതിന്റെ വാല്യൂ ചെയ്താൽ എങ്ങനെയാ വരുന്നെങ്കിൽ ഇതിനെ ചെയ്താൽ എങ്ങനെ വരികയെന്ന് കാണുക. ഇത് രണ്ടും കൂട്ടുക, ഇത് രണ്ടും കുറക്കുക. എയും ബിയും കൂട്ടുക, എ ബിയും കുറക്കുക. ⁴ ആണ്. അപ്പൊ ഈ എയുടെ സ്ഥാനത്ത് ഇത് √3 ആണ്, ബിയുടെ സ്ഥാനത്ത് √2 ആണ്. തന്നെ മാറ്റുള്ളൂ. അപ്പൊ എന്റെ സ്ഥാനത്ത് √3, ബിയുടെ സ്ഥാനത്ത് √2. എയും ബി ആയിരുന്നെങ്കിൽ ഇതാണ് ആൻസർ. അപ്പൊ √3 √2 ആണെങ്കിലോ ഇവിടെ എയും ബിക്കും പകരം ഇത് കൊടുത്താൽ മതി. സോ 8 into a into b അല്ലേ? 8 into ഇതാണ് a into b, √3 into √2 പിന്നെ a² പ്ലസ് b². ഇതിന്റെ സ്ക്വയർ പ്ലസ് അതിന്റെ സ്ക്വയർ. √3ന്റെ സ്ക്വയർ പ്ലസ് √2ന്റെ സ്ക്വയർ ഈക്വൽ 8 into ഇതിനെ √6 നേടാം. √3ന്റെ സ്ക്വയർ വെറും 3, √2ന്റെ സ്ക്വയർ വെറും 2. അങ്ങനെ 8 √6 into ഇത് 5 ആണ്. ഈ √6 അവിടെ നോട്ടെ. 8 5 minutes 40. സോ 40 √6 ആണ് ലാസ്റ്റ് ആൻസർ. ഓക്കെ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായി തിരിച്ചു.